أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها وعلى آله وصحبه وسلم. اللهم صل على سيدنا ومولانا محمد طب القلوب ودوائها وآفية الأبدان وشفائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها وعلى آله وصحبه وسلم. ബസാർ ഗേസ് കല്ലൂരാവി 13ാമത്തെ വാർഷിക ആഘോഷം അൽഹംദുലില്ലാഹ് ആലംബഹീനരായ രോഗികളായ ആളുകളെ കൈപിടിക്കാൻ, ജീവിതത്തിൽ പ്രതിസന്ധിയും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് അത്താണിയാകാൻ വേണ്ടിയിട്ട് അവരുടെ ആഘോഷം അങ്ങനെ ചെലവഴിക്കുകയാണ്. വിശുദ്ധ റമദാനു ശരീഫിൽ നമ്മുടെ ബസാർ ഗേസ് ഒരുക്കിയിട്ടുള്ള പ്രഭാഷണ പരിപാടിയിലാണ് നമ്മളുള്ളത്. കുറച്ച് സമയം കൊണ്ട് ഒരുപാട് ഇൽമുകൾ, ഞാൻ ഷുക്കൂർ ഫൈസിയുടെ പ്രഭാഷണം ഇങ്ങനെ കേൾക്കായിരുന്നു. ഒരു 10-20 മിനിറ്റാണ് മൂപ്പര് സംസാരിച്ചത്. 2 മണിക്കൂർ 4 മണിക്കൂർ വയല് പറയാൻ മാത്രമുള്ള ഹദീസുകളും ആയത്തുകളും ഒക്കെ അവതരിപ്പിച്ച് മനോഹരമായി പ്രസംഗിച്ച പ്രിയപ്പെട്ട ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട ഷുക്കൂർ ഫൈസി, നമ്മുടെ വേദിയിൽ സ്വാഗത ഭാഷണവും നിർവഹിച്ച റിയാസ് സാഹിബ്, അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന നമ്മുടെ ജമാഅത്തിന്റെ പ്രഗത്ഭനായ പ്രസിഡന്റ് മുഹമ്മദ് സാഹിബ്, നമ്മുടെ വേദിയിൽ ആശംസകൾ അറിയിച്ചിട്ടുള്ള 36-37 വാർഡുകളുടെ കൗൺസിലർ അബ്ദുറഹ്മാൻ സാഹിബ്, CK അഷ്റഫ് സാഹിബ്, വേദിയിലുള്ള മഹ്മൂദ് തൊട്ടിയിൽ സാഹിബ്, റിയാസ് CK സാഹിബ്, BM കുഞ്ഞബ്ദുള്ള സാഹിബ്, മുഹമ്മദ് മാണിക്യം സാഹിബ് അടക്കമുള്ള പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ, ഈ സദസ്സിൽ ഈ നാട്ടിലുള്ള എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ നിസാർക്ക് അടക്കമുള്ള കൂട്ടുകാർ, ഈ ബസാർ ഗേസിന്റെ മനോഹരമായ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന വളരെ സ്നേഹമുള്ള കൂട്ടുകാർ, അല്ലാഹു എല്ലാവരുടെയും ബർസഖ് സന്തോഷത്തിലാക്കട്ടെ. ഞാൻ നിസാർ ഖാന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫാസിൽ എന്നോട് പറഞ്ഞു, ഉസ്താദെ, കഴിഞ്ഞ മെയ് മാസം ഒരു രോഗമില്ലാത്ത എൻ്റെ ഉപ്പ പെട്ടെന്ന് മരിച്ചുപോയി. ഒരു രോഗം ഉണ്ടായിട്ടില്ല, ഒരു കുഴപ്പമില്ല, വളരെ നോർമലായ ഒരു മനുഷ്യൻ പെട്ടെന്ന് ഒരു വേദന ഇളകുന്നു, കൊണ്ടുപോകുന്നു, ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും മരിച്ചുപോയി. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗ്ഗാക്കട്ടെ. അപ്പോ ഒരാള് മരിച്ചു പോകണമെങ്കിൽ എന്ത് വേണ്ട, കുറേ വയസ്സായി 90 ആയിട്ടേ മരിക്കുമെന്ന് വിചാരിക്കണ്ട. ഒരാൾ മരിക്കണമെങ്കിൽ ക്യാൻസറും ട്യൂമറും തന്നെ വരണമെന്ന്, ക്യാൻസർ ആയിട്ട് 20 കൊല്ലമായി ചികിത്സിക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഒരു രോഗമില്ലാതെ പെട്ടെന്നൊരു വേദന മരിച്ചു പോകുന്ന മനുഷ്യന്മാരുണ്ട്. ഒരു മനുഷ്യന്റെ മരണം തീരുമാനിക്കുന്നത് രോഗമൊന്നുമല്ല, അല്ലാഹുവാണ്. അതുകൊണ്ട് എപ്പോഴും അതിന് തയ്യാറായി നിൽക്കുക. ഏത് സമയവും അഅ്മാലുകൾ ധാരാളം ചെയ്തുകൊണ്ട് മരണത്തിന് വേണ്ടി സജ്ജനായിട്ട് നിൽക്കുക, അതേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ കല്ലൂരാവിയിലുള്ള പ്രിയപ്പെട്ട കൂട്ടുകാർ ഇങ്ങനെ സാധുക്കളായ ആളുകളെ കൈപിടിക്കണം എന്ന ഒരു നിയത്തോടുകൂടി മനോഹരമായ ഒരു മജ്ലിസുമായിട്ട് വന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മജ്ലിസിനെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ വന്ന് ഇരിക്കുന്ന ഈ നട്ടപ്പാതിര സമയത്തൊക്കെ വന്നിരുന്ന് കേൾക്കാന്ന് പറഞ്ഞത് ഒരു ടാസ്കാണ്. അതൊന്നും നോക്കാതെ വിശുദ്ധ റമദാനിന്റെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാവിൽ ഇൽമിന്റെ സദസ്സിൽ തിരുനബി തങ്ങൾ പറഞ്ഞു, 3 സ്വർഗ്ഗാണ് ഭൂമിയിലുള്ളത്. 3 സ്വർഗ്ഗം, അതിലൊന്ന് മജ്ലിസുൽ ഇൽമാണ്, 2 ഉമ്മമാരുടെ കാലിന്റെ പാദത്തിന്റെ അടിഭാഗമാണ്, കാൽപാദമാണ്.
2 സ്വർഗമുണ്ട് ഇവിടെ. ഒരുപാട് സഹോദരിമാർ ഇവിടെയും അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. ഈ ഉമ്മമാരുടെ കാൽപാദം സ്വർഗമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഇത് ഇൽമിന്റെ സദസ്സാണ്. അപ്പൊ 2 സ്വർഗമുണ്ട്. അപ്പൊ 2 സ്വർഗത്തിന്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ അള്ളാഹിനോട് ദ്വാരക്കണത്. 3-ാമത്തെ ഭൂമിയിലുള്ള സ്വർഗം അത് കാണണമെങ്കിൽ മദീനത്ത് പോകണം. മാ ബൈന ഖബരി വമിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. റസൂലുള്ളാഹി തങ്ങളുടെ ഖബറിന്റെയും മിൻബറിന്റെയും ഇടയിലുള്ള സ്ഥലമാണ്. ആ സ്ഥലത്തിനും ഇത്ര പ്രാധാന്യം വരാൻ കാരണം ഒരു ആലിം അതിലൂടെയാണ് ഇൽമു പറയാൻ നടന്നു പോയത്. അതുകൊണ്ടാണ് അല്ലെ? ഖബറിന്റെയും മിൻബറിന്റെയും ഇടയിലുള്ള സ്ഥലത്തിന് എന്താണ് സ്വർഗത്തിന്റെ പദവി കിട്ടാൻ കാരണം? ഒന്നെങ്കിൽ ഖബർ സ്വർഗം എന്ന് പറയാം, അല്ലെങ്കിൽ മിൻബർ സ്വർഗം എന്ന് പറയാം. പക്ഷെ അതിന്റെ ഇടയിലുള്ള സ്ഥലം, അതിനെന്താ പ്രത്യേകത? ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. മുത്തുനബി എന്ന് പറയുന്ന ആലിം, ആ പണ്ഡിതൻ, ലോകത്തിന് മുഴുവനും ധർമ്മം കാണിച്ചു തന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി നടന്നു പോയ സ്ഥലമാണ് 10 കൊല്ലം. തന്റെ വീടാണ് ഖബർ. ആ വീട്ടിൽ നിന്ന് മിമ്പറിലേക്ക് നടന്നുപോയ മണ്ണാണ്. അതുകൊണ്ടാണ് ഇൽമിന്റെ പദവിയാണ് എന്ന് അതിനെ വ്യാഖ്യാനിക്കുന്ന ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും ഇൽമിന്റെ മഹത്വമാണ്. അപ്പൊ ഇവിടെ ഇൽമാണ് പറയാൻ പോകുന്നത്. നമ്മുടെ മുറാദുകളൊക്കെ അള്ളാഹുവിലേക്ക് പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് തരട്ടെ. ഞാൻ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി നിങ്ങളെ സമയം വെറുതെ കവർന്നെടുത്തത് കൊണ്ട് അത് നിങ്ങൾക്കും നഷ്ടമാണ്, എനിക്കും നഷ്ടമാണ്. ഇത്രയും റിസ്ക് എടുത്ത് യാത്ര ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് കുറേ ശബ്ദം ഉണ്ടാക്കി ഇവിടുന്ന് പോയാൽ അത് നിങ്ങളുടെ സമയം കൊല്ലലാണ്. അതുകൊണ്ട് പഠിക്കണമെന്നുള്ള നിയ്യത്തോടുകൂടി ഇൻഷാ അള്ളാഹ് നമ്മൾ ഇവിടെ ചർച്ച തുടങ്ങാൻ പോവുകയാണ്. കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് എന്ന ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നല്ലതുപോലെ പറയാനും നല്ലതുപോലെ കേൾക്കാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുറച്ചധികം ആയത്തുകളും ഹദീസുകളും ഒക്കെ നമുക്ക് പഠിക്കണം. അതുകൊണ്ട് ആ ഒരു നല്ല നിയ്യത്തോടു കൂടി എല്ലാവരും ഇരിക്കുക. അല്ലെ ബഹളം ഉണ്ടാക്കി പോകാൻ അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ടാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരാളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ അയാളുടെ ഭാര്യയും മക്കളും കല്യാണം കഴിച്ചവരാണ് ഇവിടെ ഭൂരിപക്ഷവും. ഏതൊക്കെ സ്വഭാവം കൊണ്ടാണ് ഒരു കുടുംബം സ്വർഗത്തിന്റെ കുടുംബമായി മാറുന്നത്? ഒരു കുടുംബം തമ്മിൽ തെറ്റാൻ എന്തൊക്കെയാണ് കാരണങ്ങൾ? ഒരു പുതിയാപ്ല എന്തൊക്കെ ജീവിതത്തിൽ പാലിക്കേണ്ടതുണ്ട്? ഒരു ഭാര്യയുടെ കർത്തവ്യങ്ങളും കടപ്പാടുകളും എന്താണ്? ലൈലത്തുൽ ഖദറിന്റെ മഹത്വ ഉസ്താദ് പറഞ്ഞു. റമദാൻ അതിന്റെ മഹത്വം എല്ലാവർക്കും അറിയാം. ഇതിങ്ങനെ എല്ലാ ദിവസവും ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. ഈ മഹത്വം ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ചില പോയിന്റുകളുണ്ട്. നമ്മുടെ സ്വഭാവം നന്നാകണം, കൂട്ടുകുടുംബത്തിലുള്ള ഇടപാടുകൾ നന്നാക്കണം. യാ റസൂലല്ലാഹ് നബിയേ, യാ റസൂലല്ലാഹ് നബിയേ, ഞാനും എന്റെ ഭാര്യയും തമ്മിൽ 4 മാസമായി തെറ്റി നിൽക്കുകയാണ്. നബിയേ, എനിക്ക് ത്വലാഖ് ചൊല്ലാൻ ആഗ്രഹമുണ്ട് നബിയേ, അതിന് സമ്മതം തരണേ യാ റസൂലല്ലാഹ്, എന്നോട് സമ്മതം തരണേ നബിയേ. 4 മാസമായി ഭാര്യയുമായി തെറ്റി നിൽപ്പാട്. ശുദ്ധ റമദാനിനാണ് അഹ്റാബിയായാണ് മുത്തുനബിയുടെ മുന്നിലേക്ക് വന്നത്. ഇമാമുനാ ബൈഹഖി തങ്ങളാണ് കൊണ്ടുവരുന്നത്. മുത്തുനബിയേ, ത്വലാഖ് ചൊല്ലാൻ എനിക്ക് സമ്മതം തരണം നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മുഖം ചുവന്ന്, എന്ത് പറ്റി? എന്താ നീയായിട്ടുള്ള പ്രശ്നം? 4 മാസം ഉണ്ടാതിരിക്കാൻ എന്താ കുഴപ്പം? യാ റസൂലല്ലാഹ് നബിയേ, എനിക്ക് എന്റെ ഭാര്യയോട് സ്നേഹം തോന്നുന്നില്ല, കെട്ടിയോളോട് എനിക്ക് സ്നേഹം തോന്നുന്നില്ല. ഇതാണ് അഹ്റാബി മുത്തുനബിനോട് പറഞ്ഞത്. ഹബീബായ തങ്ങൾ മുഖം ചുവന്നു, ദേഷ്യപ്പെടാൻ പോവാൻ പെട്ടെന്ന് അകത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് നബി തങ്ങൾ ഒരല്പം ശാന്തനായി തിരിച്ചു വന്നിട്ട് ആ അഹ്റാബിയോട് പറഞ്ഞ ചില വർത്താനങ്ങളുണ്ട്. അവിടെ നിന്ന് നമ്മുടെ സബ്ജക്ട് തുടങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ തുടങ്ങി, മോനെ, ഇത് റമദാനാണ്, ഇത് വിശുദ്ധമായ റമദാനാണ്, ശുദ്ധ റമദാനാണ്. ഈ റമദാനിന്റെ പുണ്യങ്ങൾ നിനക്ക് വേണ്ടേ മോനെ? റമദാനിന്റെ നന്മകൾ നിനക്ക് വേണ്ടേ മോനെ? ശുദ്ധ റമദാനാണ്, ഈ റമദാനിന്റെ പുണ്യം നിനക്ക് ആവശ്യമില്ലേ? നിനക്കത് വേണ്ടേ? മുത്തുനബി, എനിക്ക് വേണം ശുദ്ധ റമദാനിന്റെ പുണ്യങ്ങള് ഓരോന്ന് എനിക്ക് വേണമല്ലോ യാ റസൂലല്ലാഹ്. എന്നാൽ ഇത്
ഇദ്ഹബ്, നീ പോകണം നിന്റെ വീട്ടിലേക്ക്. എന്നിട്ട് മുത്തുനബി തങ്ങൾ പറയാണ്, നിന്റെ പെണ്ണിനോട് നല്ലപോലെ പെരുമാറിക്കോ, എന്നാൽ മാത്രമാണ് റമദാൻ നിനക്ക് അനുകൂലമാവുകയുള്ളൂ എന്ന് നബിയുനാ റസൂലുള്ളാഹ്. പൂമഴയായി പെയ്തൊഴിയുന്നിതാ, പാലനൽ ശീലുകളായി പാടിടുന്നിതാ. പൂമഴയായി പെയ്തൊഴിയുന്നിതാ, പാലനൽ ശീലുകളായി പാടിടുന്നിതാ. യാ റസൂലനാ സലാം, യാ ഹബീബനാ സലാം, യാ റസൂലനാ സലാം, യാ ഹബീബനാ സലാം. പൂമഴയാ പെയ്തൊഴിയുന്നിതാ, ത്വാലഅനൽ ശീലുകളായി പാടിടുന്നിതാ. എത്ര നമസ്കാരമുണ്ടായിട്ടും കാര്യമില്ല, എത്ര നോമ്പിന്റെ പൗർണമികൾ ഉണ്ടായിട്ടും കാര്യമില്ല. വീട്ടിലേക്ക് പോയിക്കോ, കെട്ടിയോളോട് നല്ലപോലെ പെരുമാറിക്കോ. നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടുന്ന് നമ്മുടെ സബ്ജക്ട് തുടങ്ങുകയാണ്. ഒരുപാട് സംഭവങ്ങളും ആയത്തുകളും ഒക്കെ നമുക്ക് പറയാനുണ്ട്. നമ്മൾ ചെയ്ത അമല് നമുക്ക് തന്നെ കിട്ടണം. കഷ്ടപ്പെട്ടിട്ടാണ് നിസ്കാരവും നോമ്പൊക്കെ നോൽക്കുന്നത്. ഇതിന്റെ കൂലി നമുക്ക് തന്നെ കിട്ടണം. അതിന് ഉള്ള പോംവഴികളും മഹത്തായ ചില വിഷയങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് പറയാൻ പോകുന്നത്. റമദാന്റെ മഹത്വം ഒന്ന് തൊട്ട് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ലൈലത്തുൽ ഖദറിന്റെ മഹത്വം ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം. പിന്നെ ഇങ്ങനെ പറയാൻ കോഴിക്കോട് ഞാൻ വന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനത്തെ ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതഗന്ധിയായ ഒരു വിഷയമാണ് ഇവിടെ സംസാരിക്കുന്നത്. കുടുംബത്തോടെ നമുക്ക് അല്ലാഹുവിന്റെ പരലോകത്ത് സ്വർഗം കിട്ടണം. അതിനുള്ള പോംവഴികളാണ് പറയാൻ പോകുന്നത്. ശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ അഹ്ലുകാരുടെ ശരീരങ്ങളെയും നരകത്തെ തൊട്ട് സൂക്ഷിക്കണേ. സ്വന്തം തടി നോക്കിയാ പോരാ, കുടുംബത്തിന്റെ തടി കൂടെ നോക്കണമെന്ന് ശുദ്ധ ഖുർആൻ പറയാൻ മഹാന്മാരതിനെ വ്യാഖ്യാനിക്കുകയാണ്. അഹ്ല് എന്ന് പറഞ്ഞാൽ, ഒരാളുടെ അഹ്ല് എന്ന് പറഞ്ഞാൽ അയാളുടെ ഭാര്യയും മക്കളുമാണ്. അഹ്ല് എന്ന് പറഞ്ഞാൽ ആരാണ്? ഭാര്യയും മക്കളും. അവരെയും കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്. അതിനാണ് നമ്മൾ ഈ വിഷയം തിരഞ്ഞെടുത്തത്. ഇൻഷാ അല്ലാഹ് ഒരു 1.5 മണിക്കൂർ പോകൂലേ? കുഴപ്പമില്ലല്ലോ, ആദ്യമായിട്ടല്ലേ? എന്തായാലും നമ്മൾ വീട്ടിൽ പോയാലും 1 മണിക്കൊക്കെയാണ് കിടന്നുറങ്ങല് അല്ലെ. അയാളിന് 10:25 സദസ്സ് എഴുന്നേറ്റ് പോയ ആള് 1 മണിക്ക് നോക്കിയാൽ ഓൺലൈനിൽ കാണാറുണ്ട് അല്ലെ. അപ്പോ വീട്ടിൽ പോയിട്ട് നേരത്തെ കിടന്നുറങ്ങുന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാ, കുറച്ച് ബോറടിച്ചാൽ പോവാം. നിങ്ങളായിട്ട് വന്നതാണ്, ആരെയും വീട്ടിൽ പോയിട്ട് നിർബന്ധിച്ചു കൊണ്ടുവന്നല്ല, സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാണ്. ഇവിടെ വന്നിരുന്നാൽ അവസാനത്തെ കരഞ്ഞ് അള്ളാഹുവിനോട് നമ്മുടെ വേദനകൾ പങ്കുവെച്ച് ദുആ ചെയ്യണം. നമ്മളൊക്കെ ജീവിതം ഇങ്ങനെ പോവാൻ എപ്പോഴാണ് ഇതൊക്കെ തീരാന്ന് പറയാൻ പറ്റൂല. ഇവിടെ ഈ ഫാനുകൾ, ഇപ്പൊ എന്റെ മുമ്പിൽ ഒരു കൂളർ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഓഫാക്കി കഴിഞ്ഞാൽ ചൂട് വരാൻ തുടങ്ങും അല്ലേ. നമ്മുടെ വിശാലമായ, ഒറ്റ കാര്യം ആലോചിക്കുക, നമ്മുടെ വിശാലമായ റൂമിൽ ഒരു 5-10 ആൾക്ക് അവിടെ കിടക്കാനും ഇരിക്കാനും സൗകര്യമുള്ള നമ്മുടെ റൂമിനകത്ത് വേനൽക്കാലത്ത് ഫാനോ എസിയോ ഓഫായാലും എന്തായിരിക്കും അവസ്ഥ? വീട്ടിനകത്ത് ഇൻവേർട്ടർ ഇല്ല എങ്കിൽ നമ്മള് റൂമിനകത്ത് ഇരിക്കാൻ നമുക്ക് കഴിയുള്ളൂ. നമുക്ക് ഡൈനിങ് ഹാൾ വന്നിരിക്കും, അല്ലെങ്കിൽ പുറത്ത് സിറ്റ് ഔട്ടിൽ എങ്ങനെയും വന്നിരിക്കും, അല്ലെ മുറ്റത്ത് വന്നിരിക്കും. നമ്മൾ ചൂടുകൊണ്ട് നമുക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റൂല. വിശാലമായ നമ്മുടെ റൂമിലാണ്. നമ്മുടെ വാപ്പ, വല്ലിപ്പ, ഉമ്മാമ, ഉപ്പാപ്പ പലരും മണ്ണ് കെടുക്കുകയാണ്. പല ആളുകളും പച്ച മണ്ണി കിടക്കുകയാണ്. അല്ലാഹു അവർ ഏത് അവസ്ഥയിലാണ് കിടക്കുന്ന വല്ല പിടുത്തമുണ്ടോ? യാ റസൂലല്ലാഹ്, നബിയേ, ഖബറിലേക്ക് വന്നാ അല്ലാഹു ബുദ്ധി കൊടുക്കുമോ നബിയേ? ബുദ്ധി കിട്ടുമോ നബിയേ? ബുദ്ധി കിട്ടുമോന്ന്, ഓർമ്മ ഉണ്ടാകുമോ ഞാൻ ഖബറിൽ എത്തിക്കണെന്ന്? ആയിഷ, ഒരാളെ ഖബറിലേക്ക് കൊണ്ടുവച്ചാൽ അവസാനമാ ഖബറിന്റെ മുറ്റത്തുനിന്ന് മടങ്ങി പോകുന്നവന്റെ കാൽപാദമുണ്ടല്ലോ, അത് ഭൂമിയിൽ തട്ടുന്ന ശബ്ദമല്ല, ആ ഖബറാളിക്ക് കേൾക്കാൻ കഴിയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിലേക്ക് വെച്ച് എഴുന്നേറ്റ് പോകുന്ന അവസാനത്തെ ആളിന്റെ കാൽപാദം, ആ സൗണ്ട് ഖബറിലേക്ക് കേൾക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ സലാമത്താക്കട്ടെ. അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരും ഉറപ്പ്.
ഉറപ്പാണ്. ഒളിച്ചോടിയിട്ട് കാര്യമില്ല. പാപ്പനെ ഇമ്മനെ വെട്ടിച്ച് ഒളിച്ചോടി. അസ്രായിൽ അലൈഹിസ്സലാമിന് മുമ്പ് ഒളിച്ചോടാൻ കഴിയില്ല. എവിടെന്നും ഭൂമിയിൽ നമുക്ക് ഒളിച്ചോടാം, നാട്ടുകാരെ പറ്റിച്ച് മുങ്ങാം. പക്ഷെ അള്ളാന്റെ കോടതിയിൽ നിന്ന് മുങ്ങാൻ പറ്റൂല. അസ്രായിൽ അലൈഹിസ്സലാമിന്റെ മുന്നൊന്നും ഓടാൻ പറ്റൂല. അതുകൊണ്ട് ഇത് യാഥാർത്ഥ്യമാണ്, ഉറപ്പാണ്. ഇനി റമദാനാണ്, നല്ല സമയം. എങ്ങനെങ്കിലും അള്ളാന്റെ മഗ്ഫിറത്തിൽ അങ്ങോട്ട് പെട്ടിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ പോകണം. നമ്മൾ അള്ളാഹു ഇങ്ങനെ തുലാസിലിട്ട് തൂക്കാൻ തുടങ്ങിയാൽ സ്വർഗത്ത് പോകുന്ന വല്ല പിടുത്തോണ്ടായിരിക്കെങ്കിലും അള്ളാഹു അക്ബർ കൈകെട്ടിയാൽ തുടങ്ങി നമ്മുടെ ചിന്ത, ഇന്ന് ഏത് ഫുഡാണ് ഉണ്ടാക്കുന്നത് അല്ലെ? അസർമാങ്ക് കൈകെട്ടിയ പടച്ചോനെ ഇന്ന് ഏത് ജ്യൂസ് അടിക്കണം, വെറൈറ്റി. വെൽക്കം ടു ഏത് കിച്ചൺ യൂട്യൂബ് ചാനലാണ് ഓണാക്കേണ്ടത്, ഏതിലാണ് വെറൈറ്റി ഉള്ളത്, അത് ആലോചിച്ചുകൊണ്ടാണ് നമ്മൾ അസർ നിസ്കാരം ലോഹർ മുതൽ തുടങ്ങി നമ്മുടെ ചിന്ത. ഇതാണ് നമ്മുടെയൊക്കെ നിസ്കാരത്തിന്റെ എല്ലാവരുടെയും അവസ്ഥ. ഇതൊക്കെ അള്ളാഹു തുലാസിട്ട് തൂക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മുടെ ബാലൻസ് ആയിട്ട് ഒന്നും ഉണ്ടാകൂല. അള്ളാന്റെ റഹ്മത്ത്, പിന്നെ നമ്മുടെ മനസ്സും സ്വഭാവമൊക്കെ നന്നാക്കി ഒരു മനുഷ്യനായിട്ട് ജീവിക്കാം. ഇതൊക്കെ മാർഗമുള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ സലാമത്താക്കട്ടെ. ഇതെല്ലാം പറയുന്ന പോയിന്റുകളും പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ തിരുത്താനാണെന്ന് വാദം പറയുന്നത്. എല്ലാ മനുഷ്യന്മാരും നല്ല മനുഷ്യന്മാരാണ്. മലക്കടപ്പോലാണെങ്കിൽ നാട്ടിൽ വാദം വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉള്ള ആളുകൾ ആയിരിക്കും അധികം ആളുകളും. മനുഷ്യന്റെ ജീവിതത്തിൽ തിന്മകളൊക്കെ സംഭവിച്ചേക്കാം. അതൊക്കെ മാപ്പ് കൊടുത്ത് ഇൻഷാ അല്ലാഹ് ഇവിടെ ഒരു തിരുത്തലുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബാ റബ്ബനാ ആതിനാ في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഈ പ്രാർത്ഥന നിങ്ങൾ പതിവാക്കണേ നബിയേ മുഹമ്മദ് മുസ്തഫ. നബിതങ്ങൾ പറഞ്ഞാണ് ഈ ദുആ നിങ്ങൾ പതിവാക്കണം. നമ്മുടെ എല്ലാ ദുആന്റെ അവസാനം റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ഇതാണ് നമ്മൾ ദുആ ചെയ്യാറുള്ളത്. എന്താണ് അതിന്റെ അർത്ഥം? റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ. അല്ലാഹുവേ ദുനിയാവിൽ എനിക്ക് നീ ഹസനത്ത് നൽകണേ അല്ലാഹ്. വഫിൽ ആഖിറതി ഹസന, ആഖിറത്തിലും നീ ഹസനത്ത് നൽകണേ അല്ലാഹ്. പടച്ചോനെ ദുനിയാവിൽ നീ എനിക്ക് ഹസനത്ത് നൽകണേ റബ്ബേ. ദുനിയാവിൽ നീ എനിക്ക് ഹസനത്ത് തരണേ തമ്പുരാനെ. അപ്പൊ ദുനിയാവിലെ ഹസനത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഹസനത്തു ദുനിയാ. ദുനിയാവിലെ ഹസനത്ത് എന്ന് പറഞ്ഞാൽ ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വർത്തമാനത്തിന് ഉലമാക്കൾ വ്യാഖ്യാനം നൽകുകയാണ്. ദുനിയാവിലെ ഹസനത്ത് എന്താണെന്നറിയോ? മഹാനായ അലിയാരി തങ്ങൾ പറയാണ്, അൽ ഹസനത്തു ദുനിയാ. ദുനിയാവിലെ ഹസനത്ത് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് സ്വാലിഹത്തായ അല്ലാഹുവിനെ പേടിയുള്ള ഭാര്യ. രണ്ടാമത്തത് ഒരുപാട് അമൽ ചെയ്യാനുള്ള മനസ്സാ. ഹസനത്ത് എന്ന് പറഞ്ഞാൽ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന. ദുനിയാവിൽ നീ ഹസനത്ത് നൽകണേ എന്ന് പറഞ്ഞ അതിലൊന്നാമത്തെ വിശദീകരണം, ഒന്നാമത്തെ ഹസനത്ത് ഭാര്യയാണ്. നല്ല റബ്ബിനെ പേടിയുള്ള ഒരു ഭാര്യനെ കിട്ടലാണ്. മഹാനായ മുഹമ്മദ് ഇബ്നു മുൻഖദിർ റളിയല്ലാഹു അൻഹു പറയാൻ, ദുനിയാവിലെ ഹസനത്ത് എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനാണ് ഈ ദുആ അല്ലാഹുവോട് ദുആരിക്കുന്നതെങ്കിൽ, അല്ലാഹുവേ ദുനിയാവിൽ എനിക്ക് ഹസനത്ത് തരണേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പടച്ചോനെ എനിക്ക് നല്ലൊരു ഭാര്യനെ തരണേ. രണ്ടാമത്തത് അമൽ ചെയ്യാനുള്ള കഴിവ് തരണേ. അമൽ ചെയ്തില്ലെങ്കിൽ ആഖിറം കൊളാവും. അതുകൊണ്ട് ഒരു പെണ്ണാണ് അള്ളാഹിനോട് ഈ പ്രാർത്ഥന ദ്വാരക്കണതെങ്കിൽ ആ സ്ത്രീയുടെ പ്രാർത്ഥനയുടെ ഉത്തരം ഇതാണ്, പടച്ചോനെ നിന്നെ പേടിയുള്ള ഒരു പുതിയാപ്ലൻ എനിക്ക് നീ നൽകണേ റബ്ബേ. അതുപോലെ അമല് ചെയ്യാനുള്ള ഒരു മനസ്സ് നീ എനിക്ക് നൽകണേ റബ്ബേ. ഇതാണ് എന്ന് മഹാനായ മുഹമ്മദ് ഇബ്നു മുൻഖദിർ റളിയല്ലാഹു അൻഹു. അപ്പോൾ നമ്മൾ എപ്പോഴും അള്ളാഹിനോട് ദ്വാരക്കുന്ന ഹസനത്ത് എന്ന് പറഞ്ഞാൽ സ്വാലിഹത്തായ ഒരു ഭാര്യ, സ്വാലിഹായ ഒരു പുതിയാപ്ല. ഇതുണ്ടെങ്കിലേ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും ഇസ്സത്തും ഒക്കെ ഉണ്ടാകൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. ശുദ്ധമായ ഖുർആൻ കുടുംബ ബന്ധത്തിന്റെ മനോഹാരിതം നമ്മളോട് ഉണർത്തുകയാണ്.
പറയുകയാണ് ഉഹില്ലലകും ലൈലത്തസ് സിയാമി റഫഹു ഇലാ നിസാഇകും ഹുന്ന ലിബാസുൽ ലകും വഅൻതും ലിബാസുൽ ലഹുന്ന. സൂറത്തുൽ ബഖറയുടെ 182ാമത്തെ വചനമാണ് ഹുന്ന ലിബാസുൽ ലകും വഅൻതും ലിബാസുൽ ലഹുന്ന. ഒരു ഭാര്യ ഒരു ഭർത്താവിന്റെ വസ്ത്രമാണല്ലോ, അതേപോലെ ഒരു ഭർത്താവ് ഭാര്യയുടെ വസ്ത്രമാണ്. ഈ വസ്ത്രം മോശമാണെങ്കിൽ നാളെ പരലോകത്ത് സ്വർഗ്ഗം അല്ലാഹു നൽകുകയില്ലല്ലോ. വസ്ത്രം മോശമായ വസ്ത്രമില്ലെങ്കിൽ ആളുകൾക്കിടയിൽ വശനാകുന്ന പോലെ പരലോകത്ത് വശനാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ഇനിയോ ഒരാളുടെ വസ്ത്രം നല്ലതാണെങ്കിൽ നാളെ പരലോകത്ത് അയാൾക്ക് അഭിമാനമുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളുടെ വസ്ത്രം നന്നായാൽ ദുനിയാവിൽ നമുക്ക് നല്ല ഇസ്സത്താണ് അല്ലേ, അതുപോലെ ആഖിറത്തിൽ ഇസ്സത്താണ്. ഒരു പുരുഷന്റെ വസ്ത്രം സ്ത്രീ ഭാര്യയാണ്, ഭാര്യന്റെ വസ്ത്രം ഭർത്താവാണ്. ഇത് പരലോകത്തേക്ക് അഭിമാനവും അന്തസ്സും ഉണ്ടാക്കുന്ന കാര്യമാണ്. രണ്ടുപേരും നന്നായാലെന്ന് ശുദ്ധ ഖുർആൻ നമ്മളോട് ഉണർത്തുകയാണ്. അറബിയായ മനുഷ്യൻ വരികയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, സ്വർഗ്ഗത്തിലെ ഏറ്റവും സന്തോഷമുള്ള വിഭാഗമാരാണ് നബിയേ? സ്വർഗ്ഗത്തിൽ ഏറ്റവും സന്തോഷമുള്ള വിഭാഗം അതാരാണ് നബിയേ? കുടുംബത്തോടെ സ്വർഗ്ഗത്തിലേക്ക് എന്ന വിഷയം പറയുന്നത്. സ്വർഗ്ഗത്തിലെ ഏറ്റവും ഹാപ്പി എന്റെ ഉമ്മത്തികളിൽ ആർക്കാണ്? അല്ലാഹുവിന്റെ പ്രവാചകനെ പറയാൻ തുടങ്ങി, സ്വഹാബാ, സ്വർഗ്ഗലോകത്ത് ഏറ്റവും സന്തോഷമുള്ള വിഭാഗമുണ്ടല്ലോ, അത് ഭാര്യ ഭർത്താക്കന്മാരാ. ദുനിയാവിലെ ഭാര്യ നാളെ പരലോകത്ത് സ്വർഗ്ഗത്തിലുണ്ടെങ്കിൽ, ഭൂമിയിലെ നിങ്ങളെ ഭാര്യ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും സ്വർഗം കിട്ടി, ഭാര്യക്കും സ്വർഗം കിട്ടി, പെണ്ണിനും സ്വർഗം കിട്ടി, പുതിയാപ്പിളക്കും സ്വർഗം കിട്ടി. എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കല്യാണം കഴിക്കാതെ സ്വർഗത്തിലെത്തിയ ആളുകളുണ്ട്. കല്യാണം കഴിച്ചില്ല ജീവിതത്തിൽ, അങ്ങനത്തെ ആളുകൾ സ്വർഗത്തിൽ ഉണ്ടാകുമല്ലോ. പെണ്ണ് നരകത്തിൽ പോയ ആൾക്കാരുണ്ട്, അതുപോലെ പുതിയാപ്പിള നരകത്തിലും പെണ്ണ സ്വർഗത്തിലും, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇവരെ കാണുമ്പോ അവർക്കെല്ലാവർക്കും ഒരു അസൂയ തോന്നുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ സ്വർഗത്തിലെത്തി, നോക്കുമ്പോ മൂപ്പന്റെ അദ്ദേഹത്തിന്റെ ഭാര്യ നരകത്തിലാണ്. അപ്പൊ ഭാര്യ ഭർത്താവ് സ്വർഗത്തിലുള്ള ആൾക്കാരെ കാണുമ്പോൾ, പഠിച്ചോനെ നിന്റെ ഭാര്യ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഇദ്ദേഹത്തിന് തോന്നും, ഇദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഭർത്താവ് നരകത്തിൽ പോയി, പെണ്ണുങ്ങൾ എങ്ങനെ ദിക്റും സ്വലാത്തും ഖുർആനൊക്കെ ഓതി തട്ടിമുട്ടി സ്വർഗത്തിൽ പോയി, പുതിയാപ്പിളാണെങ്കിൽ നരകത്തിലും പോയി. ആ പെണ്ണ് ഭർത്താവും ഭാര്യ ഒരുമിച്ച് സ്വർഗത്തിലൂടെ ഇങ്ങനെ കളിക്കുമ്പോ, സ്വർഗത്തിലൂടെ ആനന്ദിച്ച് ജീവിക്കുന്നത് ഈ പെണ്ണ് കാണുമ്പോ അവർക്കും ഒരു അസൂയ കൽബിൽ, പടച്ചോനെ എന്റെ ഭർത്താവ് സ്വർഗത്തിലായിരുന്നെങ്കിൽ എന്ന് തോന്നുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പൊന്നാർ ഉസ്താദെ, ദുനിയാവ് തന്നെ ഇയാളെ 10-30 കൊല്ലമായിട്ട് ചുമക്കുകയാണ്. ഇനി ആഖിറത്തിൽ എത്തിയാലും ഇയാൾ തന്നെ ആണോ? സ്വർഗത്തിലൊരു സമാധാനം ഉണ്ട്, അതിലും നല്ല നരകാണ്. ഇത് വിചാരിക്കണ്ട, ഭൂമിയിലുള്ള പുതിയാപ്പിളയും പുതിയണ്ണോ അല്ല നാളെ സ്വർഗത്തിൽ ഉണ്ടാകുന്നത്. വയസ്സ് കുറയും, സൗന്ദര്യം കൂടും. ഓരോ വെള്ളിയാഴ്ച ഇങ്ങനെ സൗന്ദര്യം കൂടുന്നു. വെള്ളിയാഴ്ച ഒരു ചന്തയിൽ പോയി കഴിഞ്ഞാൽ, ഫ്രൈഡേ മാർക്കറ്റിൽ പോയി വരുമ്പോഴേക്ക് പഠിച്ചോനെ ആള് മാറിയല്ലോ. പെണ്ണ് ഭർത്താവിനോട് പറയും, ഭർത്താവ് ഭാര്യനോടും പറയുന്നതാണ്. സൗന്ദര്യം വർദ്ധിക്കുന്ന മാർക്കറ്റ് സ്വർഗത്തിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബത്തോടെ സ്വർഗത്തിൽ പോകാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ قرة أعين وجعلنا للمتقين إماما. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ് പറയുന്നത്. ആരാണ് മുഅ്മിനീകള്? മുഅ്മിനീകളായ ആളുകൾ ദുആ ചെയ്യുന്നവരാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ. പടച്ചോനെ ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ നിന്ന്, അല്ലാഹുവേ ഞങ്ങളുടെ ദുരിയത്തിൽ നിന്ന്, അല്ലാഹുവേ ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്ന്, അഹിലുകാരിൽ നിന്ന്, മക്കളിൽ നിന്ന് റബ്ബേ അല്ലാഹ്
കണ്ണിൽ സമാധാനം നൽകണേ റബ്ബേ. ഖുറത്തുൽ അയ്ൻ, ഖുറത്തുൽ അയ്ൻ എന്ന് പറഞ്ഞാൽ കണ്ണിന് കുളിർമ തരണേ റബ്ബേ. ഭാര്യന്റെ മുഖത്ത് നോക്കുമ്പോൾ ഒരു സമാധാനം കിട്ടണേ, മക്കളിൽ നിന്നൊക്കെ സമാധാനം തരണേ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. മുത്തഖീങ്ങളായ ആളുകൾക്ക് ഞങ്ങളെ നീ മാതൃകയാക്കണേ, ഇമാമാക്കണേ, അവർക്കുള്ള വലിയ മാതൃകകളാക്കണേ റബ്ബേ എന്ന് ദുആ ചെയ്താ അല്ലാഹു സ്വീകരിക്കുമെന്നാണ്. ഈ പ്രാർത്ഥന ആണുങ്ങളും പെണ്ണുങ്ങളും മക്കളും ദുആ ചെയ്യേണ്ടതാ. പടച്ചോനെ, എന്റെ ഇണകളിൽ നിന്ന് എന്റെ മക്കളിൽ നിന്ന് സമാധാനം നൽകണമല്ലാ. ഈ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ദുആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാൻ കാരണമാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി എന്തിനാണ് അല്ലാഹ് ഈ കുടുംബം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കിയത്? വിശുദ്ധ ഖുർആൻ പറയാണ്, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മാ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാ അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ, ആണിൽ നിന്ന് തന്നെ പെൺവർഗത്തെ പടച്ചത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ഒരു പെണ്ണിനെ പടച്ചത് മരത്തുമെന്നല്ല, ബിൽഡിങ്ങിന്റെ ഉള്ളൊന്നുമല്ല, ഒരു മനുഷ്യനിൽ നിന്നാണ്. ആദം നബിയുടെ ഏറ്റവും വളഞ്ഞ വാരിയിൽ ഊരിയെടുത്തിട്ടാണ്, ആ വാരിയിൽ നിന്നാണ് ഹവ്വാ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മാനെ, ഏറ്റവും വലിയ നമ്മുടെ ഉമ്മാമാനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അത് അള്ളാഹിന്റെ വലിയ ദൃഷ്ടാന്താണ്. ആണുങ്ങളെ നിങ്ങളിൽ നിന്ന് തന്നെയാണ് അള്ളാഹു നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതെന്തിനാന്നറിയോ? ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മാ. എന്തിനാണ് നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളെ ഇണകളെ ഉണ്ടാക്കിയത്? വജഅല ബൈനകും മവദ്ദതൻ വറഹ്മാ, അവരിലൂടെ സമാധാനം നേടാൻ. ലിതസ്കുനൂ ഇലൈഹാ, എന്തിനാണ് നിങ്ങളിൽ നിന്ന് തന്നെ പെണ്ണുങ്ങൾ അല്ലാഹു പടച്ചത്? അവരിലൂടെ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ സമാധാനം കിട്ടുന്നില്ല എങ്കിൽ അള്ളാഹ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മുടെ കാര്യത്തിൽ ഉണ്ടല്ല, ശരിയായിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബൗണ്ടറിക്ക് അപ്പുറത്ത് പോയി അള്ളാഹിന്റെ ഉദ്ദേശത്തിനനുസരിച്ച് നമ്മൾ കിട്ടിയിട്ടില്ല. അള്ളാഹ് ഒരാണിനെയും പെണ്ണിനെ സൃഷ്ടിച്ചത് എന്തിനാണ്? അള്ളാഹിന്റെ ഖുർആൻ പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം കിട്ടാനാണ്. വീട്ടിൽ പോയിട്ട് സമാധാനം കിട്ടുന്നില്ലെങ്കിൽ ആലോചിക്കുക, അള്ളാഹുവിന് പൊരുത്തുള്ള കുടുംബമാണോ അല്ലേ എന്ന്. ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മാ. അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും അള്ളാഹു ഉണ്ടാക്കിയല്ലോ. എന്തിനാണ് പെണ്ണ് കെട്ടുന്നത്? എന്തിനാണ് ഒരു പെണ്ണിനെ അള്ളാഹു സൃഷ്ടിച്ചത്? ഇണകൾ അള്ളാഹു തന്നത് എന്തിനാണ്? സമാധാനം ഉണ്ടാകാനാണ്. ആദ്യം അത് പറഞ്ഞു. പിന്നെ അള്ളാഹു പറയാണ്, നിങ്ങൾക്കിടയിൽ മവദ്ദതൻ വറഹ്മ. സാധാരണ സ്നേഹത്തിനല്ല മവദ്ദത്ത് എന്ന് പറയാൻ. ഒരു ഭാര്യ ഭർത്താക്കന്മാര് കുടുംബങ്ങൾക്കിടയിൽ ഉണ്ടാകേണ്ട സ്നേഹം ഹുബ്ബല്ല. ഹുബ്ബ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ നമ്മൾ കാണിക്കുന്ന ഒരു സ്നേഹം, പ്രണയം, ഇതൊക്കെ ഹുബ്ബാണ്. എന്നാൽ മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൽ ഏറ്റവും കൂടിയ ഇനത്തിനാണ് മവദ്ദത്ത് എന്ന് പറയുന്നത്. വുദ്, അൽ വുദ്ദു ലഹു ഫീ സദ്രിഹി എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുമെന്നുള്ള വിശ്വാസത്തിൽ കൊടുക്കുന്ന സ്നേഹം. ശരീരം കണ്ടിട്ട് സ്നേഹിച്ചതല്ല, പൈസ കണ്ടിട്ടല്ല പെണ്ണ് കെട്ടിയത്, വാപ്പാനെ കണ്ടിട്ട് കെട്ടിയതല്ല, നിന്റെ വീട് കണ്ടിട്ട് കെട്ടിയതല്ല. പിന്നെ എന്താണ്? മരിക്കുന്നത് വരെ നിനക്ക് ഞാനുണ്ട്, മരിക്കുന്നത് വരെ പെണ്ണെ നിനക്ക് ഞാനുണ്ട്, പുതിയാപ്പളയോട് നിനക്ക് ഞാനുണ്ട്. ഇതിനെയാണ് മവദ്ദത്ത് എന്ന് പറയാം. അതാണോ അല്ലേ നമ്മൾ ആലോചിക്കാം. അതാണ് അല്ലാഹു ഉദ്ദേശിച്ചത്, അല്ലാതെ പൈസയല്ല, സൗന്ദര്യമല്ല.
അള്ളാഹു നമുക്ക് ഈമാൻ സലാമത്താക്കി തരട്ടെ. അതല്ലാത്തതിനൊക്കെ അപകടമാണ്. അള്ളാഹു കബൂലാക്കട്ടെ. തെറ്റുകളൊക്കെ തിരുത്താനാണ് ഇതൊക്കെ പറയുന്നത്. ജീവിതത്തിൽ ആരുടെ അടുത്തുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ നിന്ന് തിരുത്തിയിട്ട് നമുക്ക് കണ്ണോനീരോടുകൂടി ഈ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ കരഞ്ഞു ദുആ ചെയ്തിട്ട് നമുക്ക് വിട പറയണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമുക്ക് ഈ ബദറിൽ പോയിട്ട് തല്ലുവിടണ്ടെന്ന ഒരു ആവശ്യം നമുക്കില്ലല്ലോ അല്ലേ? നമുക്ക് എല്ലാത്തിലും 1-2 വട്ടം വാദിന് വരണം. ദീനിയായിട്ട് എന്തെങ്കിലും ആകുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന സംഭാവന ചെയ്യണം. ഇതൊക്കെയാണ് നമ്മുടെ വലിയ ദീനി പ്രവർത്തനം. മുത്തനബിയും സഹാബത്തൊക്കെ എന്തോരം അനുഭവിച്ചിട്ടുണ്ടല്ലേ? പ്രതിസന്ധിയുടെ മേൽ പ്രതിസന്ധിയും പ്രയാസം അനുഭവിച്ചിട്ടാണ് ഈ ദീനൊക്കെ ഇവിടെ ഉണ്ടായത് അല്ലെ? അള്ളാഹു നമ്മുടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വിശുദ്ധരായ സ്വഹാബത്തിന്റെയും മുത്തനബിന്റെയും കൂടെ അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ. നമുക്ക് ദീനായിട്ട് എന്തെങ്കിലും കഷ്ടപ്പെട്ടിട്ടുണ്ടോ? അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? എടാ നീ റബ്ബിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് അള്ളാഹ് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? അള്ളാഹു നമ്മൾക്ക് ഈമാൻ സലാമത്താക്കി തരട്ടെ. വീടുണ്ടാക്കി റബ്ബേ, ഇത് നിനക്ക് ദുനിയാവിൽ നീ വീട്ടിനകത്ത് താമസിച്ചിട്ടുണ്ടല്ലോ. കാറ് വാങ്ങി റബ്ബേ, നീ ദുനിയാവിനകത്ത് ഓടിയിട്ടുണ്ടല്ലോ. എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാനുള്ളത്? അള്ളാഹു നമുക്ക് ധാരാളം പറയാനുള്ള തൗഫീഖ് അള്ളാഹു നമ്മൾക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ കുടുംബം എന്ന് പറഞ്ഞാൽ അവിടെ എന്താ വേണ്ടത്? ഒരു സാധാരണ സ്നേഹമല്ല. ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരാളെ കാണുമ്പോൾ സ്വാഭാവിക മനുഷ്യന് ഇഷ്ടം തോന്നും. ഒരു നല്ല പൂവ് കണ്ട ഇഷ്ടം തോന്നും അല്ലെ? മനുഷ്യന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള കാര്യം കണ്ടാൽ ഒരു ഇഷ്ടം തോന്നും. ഇസ്ലാമിലെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഭംഗിയോട് തോന്നുന്നതല്ല. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മാ, സംരക്ഷിക്കും. എന്റെ അടുത്ത് നീ സേഫാണ്. നിന്നെ കല്യാണം കഴിച്ചാൽ ഞാൻ എന്ത് ചെയ്യൂല? ചുടുവിൽ അടുത്ത പെണ്ണിനോട് ചാറ്റ് ചെയ്തിട്ട് നിന്നെ ഇടങ്ങാറാക്കൂല. ഭർത്താവേ, നിങ്ങളുടെ എല്ലാ അഭിമാനവും സംരക്ഷിച്ച് ഞാൻ കൂടെ ഉണ്ട് മരിക്കണത് വരെ. നിങ്ങൾ ഗൾഫ് പോകുമ്പോഴേക്കും ഞാൻ ഫോൺ എടുത്തിട്ട് ഇപ്പോഴത്തേക്ക് ഹറാമ് ചാറ്റ് ചെയ്യൂല. ഇതാണ് സംരക്ഷണം, അഭിമാന സംരക്ഷണം. അള്ളാഹു നമുക്ക് ഈ മനസ്സിലായി. അതിനാണ്, ആ ഒരു ഇഷ്ടത്തിനെയാണ് മവദ്ദത്ത് എന്ന് പറയുന്നത്. പറ്റിക്കാത്ത സ്നേഹം അതുണ്ടോ നമ്മുടെ കുടുംബം? അള്ളാഹു ഇഷ്ടപ്പെട്ട കുടുംബമാണ്, അല്ലെങ്കിൽ അല്ലാതെ. രണ്ടാമത്തത് കെട്ടിയ പെണ്ണിനോട് കാരുണ്യം, ഭർത്താവിനോട് കാരുണ്യം, കരുണയുള്ള സ്നേഹം വേണം. ഒരു തെറ്റ് കണ്ട അതിനാക്ഷേപിച്ച് കൊന്നുകളയുന്ന, വല്ലാതെ ഹറാസ് ചെയ്യുന്ന സ്വഭാവമല്ല. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മാ, സംരക്ഷിക്കുമെന്നുള്ള സ്നേഹം ഉണ്ടെങ്കിൽ ഇതെന്റേതാണ്. അതുകൊണ്ടൊരു തെറ്റ് പറ്റിയാൽ റഹ്മത്ത് കാണിക്കുക, കാരുണ്യം കാണിക്കുക. സാരല്ല, പോട്ടെ, നമുക്ക് എന്ത് ചെയ്യാം? എല്ലാം നേരിടാം. ഇനി ആവർത്തിക്കരുത്. ഇങ്ങനെ വാണിംഗ് കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാകാം. കാരുണ്യം കാണിക്കുന്ന ആ ഒരു കരുണ നിങ്ങളുടെ ഖൽബിനകത്ത് അല്ലാഹു തന്നില്ലയോ? ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. സലിമാഫി വെറുതെ പറഞ്ഞതല്ല. ഇതെല്ലാം ബുദ്ധിയുള്ള ആളുകൾക്ക്, ചിന്തിക്കുന്നവർക്ക് ഇതിലൊക്കെ വലിയ പാഠങ്ങളുണ്ട്. ആലോചിക്കുന്നവർക്ക് ഇതിലൊക്കെ വലിയ പാടുണ്ട്. പെണ്ണ് കെട്ടുന്നത് ശരീരം മോഹിച്ചോ പൈസ മോഹിച്ചോ അല്ല, ഇതൊരു സംരക്ഷണമാണ്. ഇത് സ്വർഗത്തിൽ എനിക്ക് ഏറ്റവും ആനന്ദം കിട്ടാനുള്ള ഒരു ബന്ധത്തിന്റെ തുടക്കാണ് എന്നൊരു ബോധ്യം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സ്വഹാബാ അലാ ഉഖ്ബിറുക بخير ما يكنز المرأة الصالحة. സ്വഹാബത്തേ, നിങ്ങൾക്ക് ഞാനൊരു നിധിയെ പറ്റി പറഞ്ഞു തരട്ടെയോ? സൂക്ഷിച്ചുപയോഗിക്കാ, സംരക്ഷിക്കാ ഏറ്റവും നല്ല നിധിയുണ്ടല്ലോ. ഒരു പുരുഷന് ഏറ്റവും നന്നായി സംരക്ഷിക്കാ ഒരു നിധിയുണ്ട് സ്വഹാബാ. അത് ഞാൻ പറഞ്ഞു തരട്ടെയോ? സൂക്ഷിച്ചു വെക്കാവുന്നതിൽ ഏറ്റവും നല്ല ഒരു കാര്യം അതെന്താന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. യാ റസൂലല്ലാഹ്, മുത്തുനബിയേ പറഞ്ഞു തരൂ നബിയേ. യാ റസൂലല്ലാഹ്, മുത്തുനബി തങ്ങൾ പറയാണ്, അൽ മർഅതു സ്വാലിഹ, അല്ലാഹുവിനെ പേടിയുള്ള ഒരു ഭാര്യയാണ്. ഇദാ നദറ ഇലൈഹാ സറതുഹു, അവളുടെ മുഖത്തേക്ക് നോക്കിയാ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നുണ്ടോ? അവളോടൊരു കാര്യം പറഞ്ഞ അനുസരണയുള്ളവളാണോ? ഇനി നിങ്ങൾ എന്ത് ചെയ്തു? ആ ഭാര്യ ഉള്ള വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യം വന്നു, ഗൾഫിൽ പോകാൻ പറഞ്ഞതുകൊണ്ട്
അതിന്റെ ശേഷം പിന്നെ നമുക്ക് വേറെ മനുഷ്യന്മാരെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ മദ്ഹ് മുത്തുനബിയിലൂടെയാണ് എല്ലാം കിട്ടിയത്. ഹബീബായ തങ്ങളോട് ഹബ്ബില്ലെങ്കിൽ പിന്നെ ഇൽമുണ്ടായിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് ഹബ്ബാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ സദസ്സിൽ മലായികത്തെ കിറാമിന്റെ സാന്നിധ്യം ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന ഒറ്റയിട്ട രാവാണ്, 21 രാവാണ്. അതുകൊണ്ട് അവസാനം നമുക്ക് കുറച്ച് ഇസ്തിഗ്ഫാറൊക്കെ ചൊല്ലി മനസ്സ് പൊട്ടിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. ഒരു 10 മിനിറ്റ് വൈകിപ്പോയി എന്ന് വിചാരിച്ച് എന്ത് ചെയ്യണ്ട, ടെൻഷൻ അടിക്കണം. നമ്മുടെ പിള്ളേർ ഇത്ര റിസ്ക് എടുത്തിട്ട് ഇത്രയും മനുഷ്യന്മാർ ഇവിടെ ഒരുമിച്ച് കൂട്ടി എന്തോരം ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ പ്രചാരണം നടത്തി, സൗണ്ട് സംവിധാനം, പന്തല് ഇതൊക്കെ ഉണ്ടാക്കി നമ്മുടെ പിള്ളേരാണ്, ചെറുപ്പക്കാരാണ്. അല്ലാഹു റബ്ബിൽ അവർക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രഗത്ഭരായ കാരണവന്മാർ നാട്ടിലുണ്ട്. അവർക്കൊക്കെ അല്ലാഹു ഖൈർ കൊടുക്കട്ടെ, അല്ലാഹു ഖൈർ കൊടുക്കട്ടെ. ഇവരിൽ പലരുടെയും വാപ്പമാര് ഖബറിലാണ്. പൊന്നാര ചെറുപ്പക്കാരെ, നിങ്ങൾ ഒരു ടെൻഷൻ അടിക്കേണ്ട. ഇലാ യൗമിൽ ഖിയാമ വളരെ നല്ല രൂപത്തിൽ പ്രവർത്തിച്ചോ. പ്രതിസന്ധികളോ വിമർശനമോ ഒന്നും നിങ്ങൾ വകവെപ്പണ്ട. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തോ. നിങ്ങളുടെ നിയത്ത് അള്ളാഹ്ക്ക് അറിയാം. അതുകൊണ്ട് ടെൻഷൻ വേണ്ട. നിങ്ങളുടെ ഉപ്പ ഉണ്ടാവും, ഉമ്മ ഉണ്ടാവും, വല്യമ്മ പലരും ഖബറിലാണ്. നിസാർഖാന്റെ ഉമ്മാരുടെ ഉമ്മ ആരോ ഒന്ന് കുറച്ച് മുമ്പ് മരണപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ പലരും ഖബറിലാണ്. എന്നോട് പറഞ്ഞതും പറയാത്തതും പേരറിഞ്ഞതും അറിയാത്ത ഇഷ്ടം പോലെ ആൾക്കാർ. അപ്പൊ അവരുടെ ഖബറിലേക്കൊക്കെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ആ ഒരു നിയത്തോടു കൂടി ചെയ്തോ. നമ്മൾ ഒറ്റപ്പെട്ട് കിടക്കുമ്പോൾ നമുക്ക് ആരെങ്കിലും ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യണം. അല്ലെ, നമ്മൾ ഒരു പണിക്കും നമ്മൾ കിട്ടുന്നില്ല. മരിച്ചു പോയാലും തിരിഞ്ഞു നോക്കാൻ ആളുണ്ടാവില്ല. മക്കൾ പോലും ആ വൈക്ക് വരൂല. അതുകൊണ്ട് സോഷ്യൽ സർവീസ് ചെയ്താൽ സമൂഹം നമ്മളെ ഓർക്കും. ഒരു ഫാത്തിയെങ്കിലും ആരെങ്കിലും ഓതി അത് നമ്മുടെ ഖബറിലേക്ക് ഉപകാരമാണ്. അതുകൊണ്ട് ബസാർ ഗെയ്സ് എന്ന് പറഞ്ഞ ഈ മനോഹരമായ സംഘത്തിന് അല്ലാഹു ഖൈർ കൊടുക്കട്ടെ, ഇസ്സത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു, മുആവിയ ഇബ്നു ഹൈദാ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് വരാൻ. ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ, മാ ഹഖ്ഖു സൗജതി അഹദിനാ അലൈഹി. മുത്തുനബിയേ, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്കിടയിലുള്ള ഒരാൾക്ക് അവരുടെ ഭാര്യമാരോടുള്ള കടപ്പാടുകൾ എന്തൊക്കെയാണ് നബിയേ? ഭാര്യയോടുള്ള കടമ എന്താണ് നബിയേ? ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻതു തഇമഹാ ഇദാ തുഇംത വതസ്കൂഹാ ഇദാ തസൈത വലാ തളിരിബിൽ വജ്ഹ വലാ തുഖബ്ബിഹ് വലാ തഹ്ജുർ ഇല്ലാ ഫിൽ ബൈതി. അബൂ ദാവൂദ് തങ്ങൾ കൊണ്ടുവന്ന ഹദീസാണ്. മുത്തുനബിയേ, ഭാര്യമാരോടുള്ള കടമകൾ പറഞ്ഞു തരണേ. മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഒന്നാമത്തത് അൻതു തുഇമഹാ ഇദാ തുഇംത, നീ ഫുഡ് കഴിച്ചാൽ നിന്റെ ഭാര്യക്കും ഭക്ഷണം കൊടുക്കണേ. നീ ഭക്ഷണം കഴിച്ചാൽ നിന്റെ ഭാര്യക്കും ഫുഡ് കൊടുക്കണം. അത് കടമയാണ്. ആണുങ്ങൾ ഇങ്ങനെ അങ്ങാടി കൂടെ തിന്ന് നടക്കുക, പെണ്ണുങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി വെച്ചാൽ അതെന്ത് എടുത്തിട്ട് അവസാനം ചോറിൽ വെള്ളം ഒഴിക്കേണ്ട ഗതികേട്. ഇതൊന്നും ചെയ്യുന്നത് ശരിയല്ല. നിങ്ങൾ അങ്ങാടി പോയിട്ട് തിന്നോ, പോരുമ്പോ ചെറുതൊന്ന് എന്തെങ്കിലും ഒന്ന് വീട്ടിലേക്ക് വാങ്ങാം. അതൊരു നല്ല ശീലാണ്. എന്നും ഹോട്ടൽ ഫുഡ് കഴിക്കണമെന്നല്ല. ഇടയ്ക്ക് സ്പെഷ്യലായിട്ട് ആണുങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പോകുമ്പോൾ എന്ത് ചെയ്യണം? നേരെ തിരിച്ചും പെണ്ണുങ്ങൾ ആണുങ്ങളോട് ചെയ്യേണ്ട ബാധ്യതകളൊക്കെ വരാനുണ്ട്. അല്ലാഹു പറയാനും കേൾക്കാനും തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങാടിയിൽ പോയി വരുമ്പോ എന്തെങ്കിലും ഒന്ന് ചെറുത്, അല്ലെ, ഒരു ക്വാർട്ടറിന്റെ പകുതിന്റെ പകുതി, ഒരു അരപ്പീസെങ്കിലും, അല്ലെ, ബാക്കിയായ സാധനമൊക്കെ ഉണ്ടാവും. ഏറ്റാലെങ്കിലും ഒന്ന് വാങ്ങിയിട്ട് ഒരു കവറിലിട്ട് ഫ്രഷായ സാധനം വേണേ, അതെങ്കിലും ഇതാ നിനക്ക് വാങ്ങിയതാണെന്ന് പറഞ്ഞ് കൊണ്ട് കൊടുത്താൽ അതൊരു വലിയ സന്തോഷമാണ്. സ്നേഹം കൂടാൻ കാരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം കൂടാനും സ്നേഹം കുറയാനും, അല്ലെ, കുടുംബം കൊളായി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് സ്വർഗത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ്. അപ്പൊ അത് നമുക്ക് ജീവിതത്തിൽ ആർക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ സബ്ജക്ട് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. കൊണ്ട് വീട്ടിൽ പോകും എന്തെങ്കിലുമൊക്കെ ഒന്ന് പൈസ ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ അത് സന്തോഷമാണ്. അല്ലെങ്കിൽ നല്ല ആൾക്ക് വീട്ടിനകത്ത് അവര് വേണ്ട ഭക്ഷണവും കാര്യങ്ങളൊക്കെ നമ്മൾ തിന്നുന്നുണ്ടെങ്കിൽ അവർക്കും നല്ല ഭക്ഷണം കൊടുക്കുക. അതാണ് കടമ. നിങ്ങള് ഡ്രസ് ധരിച്ച നിങ്ങളുടെ ഭാര്യമാർക്കും ഡ്രസ് കൊടുക്കണേ. നിങ്ങൾ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ പെണ്ണുങ്ങൾക്ക് മേടിച്ചു കൊടുക്കുക. അപ്പൊ നമ്മൾ വസ്ത്രം ധരിക്കാതെ എന്തായാലും നിൽക്കൂല, ഉറപ്പാണ്. അതുകൊണ്ട് എന്തായാലും എന്നും വാങ്ങിക്കൊടുക്കണമെന്നല്ല, അതിനൊരു കണക്കുണ്ട്. ആ കണക്കെത്തുമ്പോൾ വാങ്ങിക്കൊടുക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനിയോ, ഒരു കാരണവശാലും ഭാര്യമാരുടെ മുഖത്ത് നിങ്ങൾ തല്ലരുതേ. ഭാര്യന്റെ മുഖത്തടിക്കരുത്. അടിക്കാനുള്ള ഒരു റുഖ്സ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനു ശേഷം വരും എപ്പോഴാണ് അടിക്കേണ്ടത്. മുഖത്ത് ഒരു പെർമിഷനും ഇല്ല, അടിക്കാൻ പാടില്ല.
അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ദേഷ്യം പിടിച്ച് അടിച്ചു പോയിട്ടുണ്ട് ഉസ്താദെ, അതൊക്കെ പൊരുത്തപ്പെട്ടു കൊടുക്കുക. നിങ്ങൾക്കും വേണ്ടി കുറേ കഷ്ടപ്പെടുന്ന ആണുങ്ങളാണ്. ചെറിയ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വരുമ്പോഴേക്ക് എന്ത് ചെയ്യുക, അതൊക്കെ മറക്കുക. ഇൻഷാ അല്ലാഹ് ശേഷം ആ ബാധ്യതകളൊക്കെ പറയാനുണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ആണുങ്ങൾ ശ്രദ്ധിക്കുക, മുഖത്തും പരമാവധി നല്ല അടിക്കാൻ പാടില്ല എന്നാണ്. വൈരൂപ്യം ഉണ്ടാക്കരുത്, തെറിയഭിഷേകങ്ങൾ നടത്തരുത്, തെറിപ്പാട്ടുകൾ അവരോട് പാടരുത്, ഒരു വൈരൂപ്യം നിങ്ങൾ സൃഷ്ടിക്കരുത്. നിങ്ങൾക്ക് പിണങ്ങേണ്ടി വന്നാൽ തന്നെയും അത് വീട്ടിൽ നിന്ന് 3 ദിവസത്തിൽ താഴെ മാത്രമേ പിണങ്ങാൻ പാടുള്ളൂ. വീട്ടിൽ നല്ലാതെ പുറത്തു പോകുമ്പോ, ഉമ്മാമാടെ വീട്ടിൽ പോയി, ഭാര്യ വീട്ടിൽ പോയി, ഷോപ്പിങ്ങിന് പോയി, ഫുഡ് അടിക്കാൻ പോയി, ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയിട്ട് ഇങ്ങനെ പണിഞ്ഞു നിൽക്കുക. ഫാമിലി ഒന്നിച്ചു പോകുമ്പോ പുതിയാപ്പിളി മുതിയൊന്നും മിണ്ടുന്നില്ല. മക്കൾ ഉമ്മാന്റെ കൂടെ ഉണ്ട്, ഒരുത്തൻ വാപ്പാന്റെ കൂടെ ഉണ്ട്. ഈ ആണും പെണ്ണും തമ്മിൽ ഒരു മിണ്ടാട്ടമില്ല. പിണക്കം വീട്ടിന്റെ പുറത്തേക്ക് ഇറക്കാൻ പാടില്ല. ഇത് മുത്തനബി പറഞ്ഞാണ്, എന്റെ വകല്ല. അള്ളാഹു നമ്മുടെ കുടുംബത്തിലൊക്കെ സമാധാനം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇമാം തുർമുദി തങ്ങൾ കൊണ്ടുവന്ന ഹദീസുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അക്മലുൽ മുഅ്മിനീന ഈമാനാ. ഏറ്റവും ഉന്നതരായ വിശ്വാസികൾ, സത്യവിശ്വാസികളിൽ തന്നെ ഏറ്റവും ഉന്നതരായ ഈമാനുള്ളവര്, ഏറ്റവും ഉന്നതരായ മുഅ്മിനീങ്ങൾ ആരാന്നറിയോ? അക്മലുൽ മുഅ്മിനീന ഈമാനാ അഹ്സനുഹും ഖുലുഖാ വഖിയാറുകും ഖിയാറുകും ലിനിസാഇഹിം. ഇമാം തുർമുദി തങ്ങൾ കൊണ്ടുവന്ന ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മുഅ്മിനീങ്ങളിലെ ഏറ്റവും ഉന്നതരായ ആളുകൾ, ഏറ്റവും ഈമാനുള്ള ആളുകൾ, ഏറ്റവും നല്ല മനുഷ്യന്മാർ, അവര് അഹ്സനുഹും ഖുലുഖാ, സൽ സ്വഭാവികളാണ്. ഏറ്റവും നല്ല മനുഷ്യന്മാര് സൽ സ്വഭാവികളാണ്, നല്ല സ്വഭാവമുള്ള ആളുകളാണ്. ആരാണ് ഈ നല്ല സ്വഭാവമുള്ളവര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഖിയാറുകും ഖിയാറുകും ലിനിസാഇഹിം. ഏറ്റവും നല്ല മനുഷ്യന്മാര്, നല്ല സ്വഭാവമുള്ളവര്, ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും ശ്രേഷ്ഠമായി നന്മയോടെ പെരുമാറുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന ഹദീസ്. അല്ലാഹു പഠിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ. ഭർത്താക്കന്മാരെ ബാധ്യതകൾ ഇപ്പൊ പറയും, നേരെ തിരിച്ച് നല്ലോണം വരാനുണ്ട്. അല്ലാഹു പഠിക്കാൻ തൗഫീഖ് തരട്ടെ. അല്ലാഹു പഠിക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പോ ഏറ്റവും നല്ല മനുഷ്യന്മാരാണ്? വീട്ടിൽ പോയിട്ട് സൗമ്യമായിട്ട് നല്ലവർക്ക് പെരുമാറാം, അതേ നമുക്ക് ചെയ്യാനുള്ളൂ. മോശപ്പെട്ട പെരുമാറ്റം അത് പാടില്ല. ദേഷ്യം വരും, ദേഷ്യം പിടിച്ചിട്ട് ആദ്യം മനസ്സിലാക്കുന്നത് വളഞ്ഞ വാരില്ലെന്നാണ് ഉണ്ടാക്കി ഒറ്റയടിക്ക് നിർത്താൻ പറ്റൂല. പയ്യെ പയ്യെ പറഞ്ഞിട്ട് ശരിയാക്കി എടുക്കുക. എത്ര പറഞ്ഞിട്ടും നന്നാകുന്നില്ലെങ്കിൽ അള്ളാന്റെ ദീന് കുറെ ഓപ്ഷൻസ് മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു നിലക്കും നന്നാകുന്നില്ല, തോന്നിയാസം ചെയ്താണ് ജീവിക്കണതെങ്കിൽ പരിശുദ്ധ ഇസ്ലാമിൽ അവസാനത്തെ ഒരു പോം വഴിയായി ത്വലാഖ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതൊക്കെ ചൊല്ലി നല്ലവർക്ക് പറഞ്ഞു വിടാം. അല്ലാതെ ഇങ്ങനെ ഇടങ്ങാറാക്കി പ്രയാസപ്പെടുത്തിക്കൊണ്ട് നടന്നുകൊണ്ട് കാര്യമില്ല. അവസാനത്തെ ഓപ്ഷൻ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ നിന്നെ 3 ചൊല്ലി അല്ലെ തമാശക്ക് പറഞ്ഞാൽ തന്നെ തൊലാക്കാവുന്നതാണ്. അതൊക്കെ സൂക്ഷിച്ച് സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നെ വല്ലാതെ അടിക്കുന്ന സ്വഭാവം, ഇത് ശരിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനത്തെ ശീലം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ തങ്ങൾക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ട് അല്ലെ. സ്വാഭാവികമായിട്ട് ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ ഭാര്യമാർക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. അവിടെയൊക്കെ നബി തങ്ങളുടെ പെരുമാറ്റത്തിൽ 1-2 സംഭവങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ പറയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അന്നിയാസ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു അബീ ദുബാബ് അവരെ തൊട്ട് ഉദ്ധരിക്കുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, ലാ തദ്രിബൂ ഇമാ അല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ ദാസിമാരെ തല്ലരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ അടിക്കരുതേ, ഭാര്യമാരെ പോയിട്ട് അടിച്ച് ശരിയാക്കരുതേ. റസൂൽ ഇത് പറഞ്ഞു. ഇമാം അബൂ ദാവൂദ് തങ്ങൾ കൊണ്ടുവന്ന ഹദീസ് സ്വഹീഹായ ഹദീസാണ്. ഭാര്യമാരെ നിങ്ങൾ തല്ലരുതേ എന്ന് നബി തങ്ങൾ പാസാക്കി. നബി തങ്ങൾ പറഞ്ഞാ പിന്നെ എന്ത് ഭാര്യമാര് ചെയ്താലും ഈ പാവങ്ങൾ സ്വഹാബികൾ ഒന്നും ചെയ്യില്ല, തിരിച്ചടിക്കൂല. അള്ളാന്റെ റസൂലാ പറഞ്ഞ തല്ലരുത്. അതുകൊണ്ട് ഇതിങ്ങനെ സഹിച്ചു നിൽക്കും സ്വഹാബികൾ. പൊറുതിമുട്ടി പെണ്ണുങ്ങൾ എന്ത് ചെയ്തു, എന്ത് കളിച്ചാലും തല്ല് കിട്ടൂലോ. അതുകൊണ്ട് അവര് കളിക്കാൻ തുടങ്ങി.
മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് സ്വഹാബികളൊക്കെ പരാതിയായിട്ട് വന്നു. ഫജാഅ ഉമറു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമറുൽ ഖത്താബ് തങ്ങൾ നബി തങ്ങളുടെ മുന്നിലേക്ക് വന്നു. യാ റസൂലല്ലാഹ്, മുത്തനബിയേ, വഇർന നിസാഉ അലാ അസ്വാജിഹിന്ന വഹിൽ മഹാസീനൻ മനുഷ്യകുലം വാഴ്ത്തുന്ന മധുവഴക പേരാണ് ഉമറുൽ ഖത്താബ്. അവരുടെ മധുവൊഴുകും പേരാണ് ഉമറുൽ ഖത്താബ്. ബദറുൽ ഹുദാ യാസീൻ നബി ഖറജ നേരം വളക്കുടി മൂടെണ്ണം കെട്ടിടയതിലുണ്ട്. അഭിയല് വർണ്ണമതാ പിങ്കണ്ട് അസുവതുമാമേ അസുവതുമാമേ. ബദറുൽ ഹുദാ യാസീൻ നബി ഖറജ നേരം വളക്കുടി മൂടെണ്ണം കെട്ടിടയതിലുണ്ട്. അഭിയത് വർണ്ണമതാ പിങ്കണ്ട് അസുവതുമാമേ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മുത്തനബിയോട് പറഞ്ഞു, നബിയേ, പെണ്ണുങ്ങളെല്ലാവരും കയറൂരി വിട്ട അവസ്ഥയിലാണ്. കയർത്ത് സംസാരിക്കുന്നു നബിയേ, ദേശത്തോടെ സംസാരിക്കുന്നു നബിയേ. മദീനത്തെ പെണ്ണുങ്ങളെല്ലാം തോന്നിയ പോലെയുള്ള സംസാരങ്ങളാണ് നബിയേ. വഇർന നിസാഉ അലാ അസ്വാജിഹിന്ന, ഭർത്താക്കന്മാരോട് മോശമായി കയർക്കുന്നുണ്ട് നബിയേ. തല്ലണ്ടാന്ന് പറഞ്ഞപ്പോ സ്വഹാബികൾ വടി താഴെ വെച്ചു നബിയേ. അടിക്കാറില്ല, ആ അവസരം ആ പെണ്ണുങ്ങൾ മുതലെടുക്കുകയാണ്. പെണ്ണുങ്ങളൊക്കെ പിടുത്തം വിട്ടിട്ടുണ്ട് നബിയേ. അതാണ് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളൊക്കെ കയർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പരിഹാരം വേണം. തല്ലണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആരും തല്ലൊന്നുമില്ല, ഇങ്ങനെ അനങ്ങാണ്ട് നിൽക്കുകയാണ്. അപ്പോ നബി തങ്ങൾ ഒരു ഇളവ് കൊടുത്തു. ആവശ്യമുണ്ടെങ്കിൽ മാത്രം മുഖത്തല്ലാത്ത ഭാഗത്ത് വേദന മുറിയാത്ത രൂപത്തിൽ നമുക്ക് അടിക്കാം. എന്നും പൊട്ടിക്കണമെന്നല്ല, അത്യാവശ്യ ഘട്ടങ്ങളിൽ വേണമെന്നുള്ള ആ ഒരു ഘട്ടം എന്താണെന്ന് അള്ളാഹ്ക്കറിയാം, നിങ്ങൾക്കും അറിയാം. വെറുതെ തല്ലരുത്. അതാണ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിന് എന്ത് ചെയ്യാം, മുഖത്തല്ലാത്ത സ്ഥലങ്ങളിൽ അടിക്കാം. അതൊരു ഭർത്താവിന് നബി തങ്ങൾ കൊടുത്ത റുഖ്സയാണ് എന്ന് കരുതി എപ്പോഴും അടിക്കാൻ. അത്യാവശ്യം പിടുത്തം വിട്ട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, പിന്നെ ചെയ്യേണ്ട എന്താണ്? കിടപ്പറയെന്ന് പിണങ്ങി നിന്നു, എന്നിട്ടും നന്നായി പണക്കം മാറ്റുന്നില്ല എങ്കിൽ, എത്ര ആയിട്ടും കേൾക്കുന്നില്ലെങ്കിൽ മാത്രം 1, 2, 3 വാണിംഗ് കൊടുത്തു, എന്നിട്ടും കേൾക്കുന്നില്ല, ഫസ്റ്റ് തന്നെ അടിക്കാൻ പാടില്ല. വാണിംഗ് ഒക്കെ കൊടുത്തു, ബാക്കി നബി തങ്ങൾ പറഞ്ഞ മെത്തേഡൊക്കെ ചെയ്തു നോക്കി, നന്നാകുന്നില്ല. ഉപദേശിച്ചു. ഫസ്റ്റ് ഹൗസ് അല്ലെ, നമ്മൾ ഉപദേശിക്കണം, നല്ല രൂപത്തിൽ അവരോട് പെരുമാറണം, ഉപദേശങ്ങളെ കൂടെ നന്നാക്കണം. അതൊന്നും ഫലിക്കുന്നില്ലെങ്കിൽ മാത്രം അടിക്കാൻ ഓപ്ഷൻ കൊടുത്തു. സഹാബികൾ കിട്ടിയ അവസരം അവരെന്ത് ചെയ്തു? സഹാബികളിൽപ്പെട്ട അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ അതെന്ത് ചെയ്തു? അങ്ങോട്ട് പാറ്റാൻ തുടങ്ങി. പെണ്ണുങ്ങളൊക്കെ കൂട്ടായിട്ട് നബി തങ്ങളെ വീട് വളഞ്ഞു. ഈ സമ്മതം കിട്ടിയപ്പോ, അടിക്കാമെന്ന സമ്മതം കിട്ടിയപ്പോ തല്ലാൻ തുടങ്ങി, അവര് പൊട്ടിക്കാൻ തുടങ്ങി. സംഭവങ്ങളൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് പൊട്ടിക്കാൻ തുടങ്ങി. കിട്ടിയ ചാൻസ് മുതലാക്കുന്നുണ്ട് നബിയെ. പരാതിയായിട്ടുള്ള പെണ്ണുങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് വളഞ്ഞു. നബി തങ്ങളുടെ വീട്ടിന് ചുറ്റും ഈ പെണ്ണുങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി നബിനോട് പരാതി പറഞ്ഞു, നബിയെ, കുടുങ്ങിയിട്ടുള്ളത് നബിയെ, ഇവരെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഒരുമിച്ച് കൂടി നബി തങ്ങളുടെ വീടിന്റെ ചുറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ നിന്ന് പറയാണ്, പാസാക്കുകയാണ്. നബി തങ്ങൾ പറയാണ്, ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖദ് ത്വാഫ ബിആലി മുഹമ്മദിൻ നിസാഉൻ കസീറുൻ യശ്കൂന അസ്വാജഹുന്ന. അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിന്റെ ചുറ്റുമുള്ള പെണ്ണുങ്ങളൊക്കെ കൂടെ പരാതിയായിട്ട് വന്നിട്ടുണ്ട്. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണുങ്ങളെ പരാതി മാനിച്ചുകൊണ്ട് അവിടെ നിന്ന് പ്രഖ്യാപനം നടത്താൻ, ലൈസ ഉലൈക ബിഖിയാരിക്കും, അവര് നല്ലവരല്ല, ഖൈറായ ആളുകളല്ല.
ഭാര്യമാരെ വെറുതടിക്കുന്ന പുതിയാപ്ലമാർ നല്ല ഭർത്താക്കന്മാരെ അല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെങ്ങനെ തല്ല. അവര് നല്ല ആൾക്കാരല്ല എന്ന് ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു തആല ഉദ്ധരിച്ച ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാ, ഈ വിഷയത്തിലൊക്കെ ഒന്ന് ഗൗരവത്തിൽ മനസ്സിലാക്കുക, ഗൗരവം വിടാതെ കാര്യങ്ങൾ മനസ്സിലാക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അപ്പൊ പുതിയാപ്ലാര് ഭർത്താക്കന്മാര് ഭാര്യമാരോട് കാണിക്കേണ്ട മനോഹരമായ മര്യാദകളും നന്മകളും ഒക്കെ നമ്മൾ പറയാം. ഇനി ഭാര്യമാര് തിരിച്ച് ഭർത്താക്കന്മാരോട് ചെയ്തു കൊടുക്കേണ്ട ചില മര്യാദകളും ബാധ്യതകളൊക്കെ ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മഹാമഹാനായ അബൂ ഹുറൈറ തങ്ങളാണ് ഉദ്ധരിക്കുന്നത്, സുഇലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയോട് ആരോ വന്ന് ചോദിച്ചു, തങ്ങളോട് ചോദിക്കപ്പെട്ടു, അയ്യുൻ നിസാഇ ഖൈറുൻ, ഏത് തരം പെണ്ണുങ്ങളാണ് നബിയെ ഏറ്റവും നല്ല പെണ്ണുങ്ങള്, ഏറ്റവും നല്ലവരായ സ്ത്രീകൾ അതാരാണ് നബിയെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ചോദിക്കുകയാണ്. ഏറ്റവും നല്ല സ്ത്രീകൾ ആരാണ്? ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആലല്ലതീ തസ്റുഹു ഇദാ നദറ ഇലൈഹാ വതുതിഉഹു ഇദാ അമറ വലാ തുഖാലിഫുഹു ഫീമാ യക്റഹു ഫീ നഫ്സിഹാ വലാ ഫീ മാലിഹി. നബിയെ ഏറ്റവും നല്ല പെണ്ണ് ആരാണ്, ഭാര്യ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലതി തസുറുഹു ഇദാ നദറ, ഭർത്താവ് നോക്കിക്കഴിഞ്ഞാൽ ഭർത്താവിന് സന്തോഷം കൊടുക്കുന്ന പെണ്ണാണ്. ഭർത്താവ് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോ ഭാര്യമാര് നിങ്ങളോട് അത് വാങ്ങാൻ പറഞ്ഞിട്ടില്ലയോ, നിങ്ങളോട് ഇത് വാങ്ങാൻ പറഞ്ഞിട്ടില്ലയോ, പഞ്ചസാര വാങ്ങാൻ പറഞ്ഞിട്ട് 3 ദിവസമായി, ഇന്നാലിന്ന ഒരു കോസ്മെറ്റിക്സ് വാങ്ങാൻ പറഞ്ഞിട്ട് കുറെ ദിവസമായി, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്, പണ്ടേ എങ്ങനെയാണല്ലോ എന്നുള്ള അഭിസംബോധന ചെയ്യാൻ പാടില്ല. ജോലി ചെയ്ത് ക്ഷീണിച്ചു വരുമ്പോ ഇങ്ങനെ ആവശ്യം പറയാതെ അടുക്കളയ്ക്കകത്ത് കൊണ്ടുപോയി നല്ല ഭക്ഷണം കൊടുത്ത് ആശ്വാസം കൊടുക്കും. മുഖത്ത് നോക്കുമ്പോൾ തന്നെ എടുങ്ങേറുണ്ടാക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. എപ്പോഴും പരാതി, അത് പറയരുത് എന്നാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞത്. അത് നല്ല പെണ്ണിന്റെ സ്വഭാവമല്ല. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സന്തോഷം കൊടുക്കാൻ പറ്റുന്ന പെണ്ണാവണം. അത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരാണ് ഉത്തമ കുടുംബമാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെ ഈ കുടുംബത്തോട് ഒരുമിച്ച് സ്വർഗത്തിൽ പോകാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു സൗഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ നോക്കിയാൽ എന്ത് ചെയ്യാം? സന്തോഷം കൊടുക്കാം. ഡ്രാക്കുളന്റെ മാതിരില്ലേ, പൂമുഖവാതിൽക്കൽ സ്നേഹം തുളുമ്പുന്ന പൂന്തിങ്കളാകുന്ന ഭാര്യ. അപ്പൊ പൂമുഖവാതിൽക്കൽ ഡ്രാക്കുളയായി നിൽക്കാൻ പാടില്ല എന്നാണ്, സ്നേഹം വിതുമ്പുന്ന പൂന്തിങ്കളാകുന്ന ഭാര്യ എന്നാണ്. അപ്പൊ അങ്ങോട്ട് വന്ന് നോക്കുമ്പോ തന്നെ ഒരു സമാധാനം കൊടുക്കാനുള്ള ഒരു തന്റെ ഇടം പെണ്ണുങ്ങൾ കാണിക്കണം. ഇങ്ങനെ പരാതി അത് അവസാനിപ്പിക്കണോന്ന്. ഭർത്താവ് ഒരു കാര്യം പറഞ്ഞാ അതനുസരിക്കുന്ന പെണ്ണാണോ? ഭർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അതിനെ അനുസരിക്കുന്ന സ്വഭാവം ഉണ്ടാകണം. അനുസരണശീലമുള്ള സ്ത്രീ ആയിരിക്കണം. എന്ത് പറഞ്ഞാലും തർക്കുത്തരവും അതെന്തിന്, അതെങ്ങനെ കൊങ്ങനെ, ഈ വർത്താനല്ലാതെ പറഞ്ഞാൽ അത് അനുസരണശീലയുള്ള പെണ്ണായിരിക്കണം. വലാ തുഖാലിഫുഹു ഫീമാ യക്റഹു ഫീ നഫ്സിഹാ വലാ ഫീ മാലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പുതിയാപ്ല ഇഷ്ടപ്പെടാത്ത, പുതിയാപ്ലക്ക് ഇഷ്ടമില്ലാത്ത കാര്യം സ്വന്തം ശരീരത്തിന്റെ വിഷയത്തിലാണെങ്കിലും സ്വത്തിന്റെ വിഷയത്തിലാണെങ്കിലും ഒക്കെ ഭർത്താവിനെതിരായിട്ട് എന്ത് ചെയ്യരുത്? ഭർത്താവ് ഇഷ്ടമില്ലാത്ത മാർഗം അത് സ്വീകരിക്കാതിരിക്കുകയും ചെയ്യണോ? ഭർത്താവ് ഇവിടുന്ന് പോയല്ലോ, നല്ല ചാൻസ് ആണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഫോൺ എടുത്തിട്ട് അടുത്ത ആളോട് പരിപാടി തുടങ്ങാം. പാടില്ല, ഹറാം, സ്വർഗം കിട്ടൂല. അതിലപ്പുറം ഒരു വർത്താനൊന്നുമില്ല. അതിങ്ങനെ തുടർന്നാൽ സ്വർഗം കിട്ടൂല. ഭർത്താവ് അറിഞ്ഞില്ലല്ലോ മോനെ, ഭർത്താവ് അറിയണമെന്നില്ല, അള്ളാഹ് അറിയുന്നുണ്ട്. إذا ما خلوت الدهر يوما فلا تقل خلوت ولكن قل علي رقيب. ഒറ്റക്കാണെങ്കിൽ ഞാൻ ഒറ്റക്കാണ് എന്ന് വിചാരിക്കണ്ട. എവിടെയാണെങ്കിലും അല്ലാഹു കൂടെയുണ്ട്. ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബു. എന്തും അല്ലാഹു കാണുന്നുണ്ട്.
അള്ളാഹു മലക്കൾ നിശ്ചയിച്ചിട്ടുണ്ട്, അവരുടെ നിരീക്ഷണത്തിലാണ് എന്നൊരു ബോധം നിങ്ങളെ നമുക്കൊക്കെ ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹദിയായ ഉമ്മു സലമ ബീവിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മഹദിയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു തആല അൻഹ കടന്നു വന്നപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്, അയ്യുമംറഅത്തിൻ മാതതു വസൗജുഹാ അൻഹാ റാളിൻ ദഖലത്തിൽ ജന്ന. ഏത് പെണ്ണും ഭർത്താവിന്റെ തൃപ്തിയിലാണ് മരിക്കുന്നതെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു എന്ന്, സ്വർഗം അവർക്ക് കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ മാർഗത്തിലാണെങ്കിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഭർത്താവും ഭാര്യയും ഒരുമിച്ച് ജീവിക്കുന്നു. ഭാര്യ മരിക്കുമ്പോ ഭർത്താവിന് ഈ പെണ്ണിനോട് തൃപ്തിയുണ്ട്, പടച്ചോനെ എന്റെ ഭാര്യ നല്ലോളാണ് എങ്കിൽ, തൃപ്തിയുണ്ടെങ്കിൽ ആ ഭാര്യക്ക് സ്വർഗം കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കുക. ഭർത്താവിന്റെ തൃപ്തി നേടുക എന്നത് ഓരോ സഹോദരിക്കും സ്വർഗം കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. യാ റസൂലല്ലാഹ്, നബിയേ, ഏറ്റവും നല്ല ഭാര്യയുടെ ലക്ഷണം ഏതാണ് നബിയേ? ഏറ്റവും നല്ല ഭാര്യയുടെ ലക്ഷണം എന്താണ് എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ ഹബീബായ തങ്ങൾ കൊടുത്ത മറുപടി ഒറ്റ വർത്താനാണ്, ഒറ്റ വാക്കാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തത്. ആയിഷ, ഏറ്റവും നല്ല ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവ് നിങ്ങളിലേക്ക് നോക്കുമ്പോഴേക്ക് ആശ്വാസം കൊടുക്കുന്ന പെണ്ണാണ്. ബാക്കിയൊന്നും ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ആ നോട്ടത്തിൽ തന്നെ സമാധാനം കൊടുക്കണം, അത്രയ്ക്കും ആ ഒരു കാര്യം നിങ്ങൾ കീപ്പ് ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് നമ്മളെല്ലാവരും ഒരുപാട് തവണ കേട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലൗ അമർതു അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ. അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്, ഏതെങ്കിലും ഒരു പടപ്പിന്റെ മുന്നിലോ സുജൂദ് ചെയ്യാ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിലോ, ഒരു മനുഷ്യന് സുജൂദ് കൊടുക്കോ ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കില്, അനുവാദം നൽകുമായിരുന്നെങ്കില്, അല്ലാഹുവിന്റെ പ്രവാചകന് പറയുകയാ, ഭർത്താവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ. ഭർത്താവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് അല്ലാഹു പറയുകയാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസാണ്. അത്രമേൽ ബാധ്യതകളാണ് ദിയാപ്ലാരോട് ഓരോ പെണ്ണിനിക്കുള്ളത്. ആ ബാധ്യതകളൊക്കെ നിറവേറ്റാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഇതൊക്കെ നമ്മളത് ക്ലിയർ ആക്കിയാലേ സ്വർഗത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അഅ്മാലുകളെ കൊണ്ട് മാത്രം സ്വർഗം കിട്ടുമെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. ധാരാളം അഅ്മാലുകൾ ചെയ്തു മനുഷ്യന്മാരോടുള്ള പെരുമാറ്റം ഒക്കെ മോശമാണെങ്കിൽ ഇതൊക്കെ അല്ലാഹു പൊടിപൊടിയാക്കി കളയും. മനുഷ്യനോടുള്ള സ്വഭാവം ഭംഗിയാക്കണം. യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്ന അമലുകള് അതേതാണെന്ന് പറയണേ നബിയേ. മീസാനിൽ ഏറ്റവും ഉപകാരമുള്ള അമൽ ഏതാണ് നബിയേ? അൽ ഹുസ്നുൽ ഖുലുഖി, ഹുസ്നുൽ ഖുലുഖാൻ, സൽ സ്വഭാവമാണ്. നല്ല സ്വഭാവം, ദേഷ്യം പിടിക്കാത്ത, ചാടിക്കേറാത്ത, അസൂയയും കിബറും ജാടയില്ലാത്ത ഒരു നോർമൽ പച്ചയായ മനുഷ്യൻ, അതാണ് സൽസ്വഭാവി. ഇടങ്ങേറിനടുത്ത് പോയിട്ട് ഇങ്ങനെ കത്തിക്കാതെ, മനുഷ്യന്മാർക്കിടയിലൊക്കെ നന്മയും സ്നേഹം ഉണ്ടാക്കുന്ന, തമ്മ് തെറ്റിക്കലൊക്കെ ഒന്നും ചെയ്യാത്ത സ്വഭാവശുദ്ധിയുള്ള ആളുകളാണ് സ്വർഗത്തിലേക്ക് ആദ്യം പോവുക. മാത്രമല്ല മീസാനിൽ ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടാകുക ആ അമലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സ്വഭാവം നന്നാക്കുക, എങ്കിലേ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഒരു അത്ഭുതപ്പെടുത്തുന്ന ഹദീസ്. ഒരാള് മരിച്ചാ നാലാള് നല്ലത് പറഞ്ഞാ അദ്ഖലഹുല്ലാഹുൽ ജന്ന, ആ മനുഷ്യനിക്ക് അല്ലാഹു സ്വർഗ്ഗം കൊടുക്കുന്നാണ്. ഒരാൾ മരിച്ചുപോയി, അവനെ അടുത്തറിയുന്ന നാലാളുകൾ നല്ലത് പറഞ്ഞാൽ അയാൾക്ക് സ്വർഗ്ഗമുണ്ട്. അടുത്തറിയുന്ന നാലാളുകൾ ഭാര്യ, ഭർത്താവ്, മക്കള്, നാട്ടുകാര്, കൂട്ടുകാര്, ഇങ്ങനത്തെ നമ്മളെ എല്ലാ കാര്യങ്ങളും അറിയുന്ന നാലാൾക്കാർ നല്ലത് പറഞ്ഞാൽ സ്വർഗ്ഗമുണ്ട്. ഇനി അതിന്റെ ശേഷം റസൂൽ പറയാണ് ഒരു അത്ഭുതപ്പെടുത്തുന്ന വാക്ക്. ഇനിയോ ഒരു ഭർത്താവാണ് മരിച്ചു കിടക്കുന്നതെങ്കിൽ ഭാര്യ പറയാൻ, പടച്ചോനെ എന്റെ ഭർത്താവ് ഒരു നല്ല മനുഷ്യനാണ്, ദീനി വിഷയത്തിലൊക്കെ കാർക്കശുള്ള ആളാണ്, വീട്ടിനകത്ത് ഖുർആൻ ഓതാൻ പ്രേരിപ്പിക്കുന്നയാളാണ്, ഹറാമിനെ തൊട്ട് മാറി നിൽക്കുന്ന ആളാണ്, എന്നെയും എന്റെ മക്കളെയും ദീനിയായി വളർത്തിയ ആളാണ്, വീട്ടിലൊരു ഹറാമ് ഞാൻ ചെയ്യാൻ പുറപ്പെടുമ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞ ആളാണ്, എന്റെ ഭർത്താവ് നല്ലവരാ എന്നൊരു ഭാര്യ മനസ്സ് തട്ടിയിട്ട് പറഞ്ഞ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറയാണ് വജബതു ലഹുൽ ജന്നാ, അതിരുകളില്ലാത്ത സ്നേഹതരംഗം ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹ്, അജബു നിലയ്ക്കാത്ത പ്രേമ പ്രപഞ്ചം ഖാതിം സ്വല്ലല്ലാഹ്, അതിരുകളില്ലാത്ത സ്നേഹ തരംഗം ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹ്, അജബു നിലയ്ക്കാത്ത പ്രേമ പ്രപഞ്ചം ഖാതിം സ്വല്ലല്ലാഹ്. ആ പൊന്നാര പ്രവാചകനാ പറയുന്നത്. അതേപോലെ സിനിമക്ക് സ്കൂട്ടറിൽ കൊണ്ടുപോകാനാരാ ആരുണ്ട് എന്നോ താവട് കരയുന്നേ, പടച്ചവനെ സിനിമക്ക് കൊണ്ടുപോകാൻ ആരാണുള്ളത്? എന്റെ ഭർത്താവ് മരിച്ചുപോയല്ലോ, പടച്ചവനെ എനിക്ക് സ്വർണം വാങ്ങിത്തരാ, എന്നെ ടൂറ് കൊണ്ടുപോകാ, ഇനി ആരാണുള്ളത് റബ്ബേ? എനിക്ക് പോക്കറ്റ് മണി തരോ, ആരാണുള്ളത് റബ്ബേ? എന്നാണോ ഒരു ഭാര്യ വിലപിക്കുന്നതെങ്കിലോ ആ സ്നേഹബന്ധം അല്ലാഹുവിന് പൊരുത്തമുള്ള ബന്ധമല്ല. ദീനിയായ എന്റെ ഭർത്താവ് പോയല്ലോ, എനിക്ക് ദീന് പറയാൻ ആരാണ്? എന്റെ മക്കളെ ദീനിയായി വളർത്താൻ ഇനി ആരാ? ഈ ഭർത്താവ് നല്ലവനാ എന്ന് ഒരു ഭാര്യക്ക് പറയാൻ കഴിഞ്ഞാൽ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ആ ഭർത്താവിനിക്ക് സ്വർഗ്ഗമുണ്ട്. അതേപോലെ തിരിച്ചും ഭാര്യ മരിച്ചെടുക്കും ഭർത്താവ് പറഞ്ഞാൽ ആ പെണ്ണിനിക്കും സ്വർഗ്ഗമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കാം. അള്ളാഹു അങ്ങനത്തെ അവൻ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ കുടുംബജീവിതമാക്കി അള്ളാഹു നമ്മുടെ കുടുംബജീവിതത്തെ മാറ്റി തരട്ടെ. അല്ലാഹുവേ, അങ്ങനെയുള്ള നല്ല കുടുംബ ബന്ധമാക്കി നീ ഞങ്ങളുടെ ബന്ധം നീ മാറ്റണേ അല്ലാ. അങ്ങനെയുള്ള നീ പൊരുത്തപ്പെടുന്ന യഥാർത്ഥ ബന്ധമാക്കി നീ ഞങ്ങളുടെ ബന്ധമല്ല നീ മാറ്റണേ അല്ലാ, നീ മാറ്റണേ അല്ലാ. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് തരട്ടെ. ഈ ബന്ധം അങ്ങോട്ടും ഇങ്ങോട്ടും പരിശുദ്ധിയിൽ ആണെങ്കിൽ മാത്രമാണ് അതിൽ നിന്നുണ്ടാകുന്ന മക്കൾ നന്നായി കിട്ടുള്ളൂ. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ട ഒന്ന് മക്കളാണ്, സ്വാലിഹീങ്ങളായ മക്കളാണ്. ആ മക്കള് നന്നാണെങ്കിൽ വീട്ടിൽ നിന്ന് ഭാര്യയും ഭർത്താവും നല്ല നിൽക്കണം. എപ്പോഴും ഇങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെ കലഹങ്ങളാണെങ്കിൽ മക്കൾ നന്നായി കിട്ടൂല. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. ഭാര്യമാരുടെ മുന്നിൽ വെച്ച് മക്കളെ മുന്നിൽ വെച്ചുകൊണ്ട് ഭർത്താവിനെ ചീത്ത പറയുന്ന സ്വഭാവം വളരെ മോശം. ഭക്ഷണം ഒരുമിച്ചേക്കും, ഭർത്താവ് ഒരു ഭാഗത്തിരിക്കുന്നുണ്ടാവും, ഇപ്പുറത്ത് ഭാര്യ ഉണ്ടാവും, മക്കൾ അവിടെ ഉണ്ടാവും. ഈ മക്കൾ കേൾക്കെ അവരുടെ ഉപ്പാനെ പറ്റി, നിങ്ങൾക്ക് ഭർത്താവാണെങ്കിലും ഈ മക്കൾക്കത് വാപ്പയാണ്. ഒരിക്കലും കുറ്റം പറയരുത്. കുറ്റം പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് സ്വകാര്യ സമയങ്ങളിൽ ബെഡ്റൂമിലോ മറ്റോ മക്കളില്ലാത്തപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് അടിക്കും. അല്ലാതെ മക്കളുടെ മുന്നിൽ വെച്ച് ഭർത്താവിനെ ചീത്ത വിളിക്കരുത്. കാരണം നിങ്ങൾക്ക് ഭർത്താവാണെങ്കിലും മക്കൾക്കത് വാപ്പയാണ്. ഈ മക്കൾക്ക് വാപ്പനോട് ദേഷ്യം ഉണ്ടാകിൽ ആഖിറത്തിൽ അത് നിങ്ങൾ ഉത്തരവാദിയാകും. അതേപോലെ തിരിച്ചു മക്കളുടെ മുന്നിൽ വെച്ച് ഉമ്മാരോട്, ഈ മക്കളുടെ ഉമ്മ നിങ്ങൾക്ക് ഭാര്യയായിരിക്കും, പക്ഷെ വളർന്നു വരുന്ന മക്കളുടെ മാതാവാണ്.
ആ മാതാവിനെ പറ്റി, ഇവരുടെ മാതാവിനെ പറ്റി, നിങ്ങളുടെ ഭാര്യയാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ മക്കളുടെ മുന്നിൽ വെച്ച് ഫൈറ്റ് അടിക്കുന്നത്, ഷൗട്ട് ചെയ്യുന്നത്, അത് ശരിയല്ല, അത് വലിയ അപകടമാണ് എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖു അൻഫുസകും വഅഹ്ലീകും നാറാ. നരകാഗ്നിയിൽ നിന്ന് നിങ്ങളെ ഭാര്യനെയും മക്കളെയും നിങ്ങളുടെ ശരീരത്തെയും സംരക്ഷിക്കണം. സൂറത്തു തഹ്രീം 6-ാമത്തെ ആയത്താണ് ഓതിയിട്ടുള്ളത്. അതിനെന്ത് ചെയ്യാം? അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നവും പ്രതിസന്ധിയൊക്കെ മക്കളെ ഇടയിൽ നിന്ന് പരമാവധി മറച്ചു വെക്കാൻ ശ്രമിക്കാം. വളർന്നു വരുന്ന മക്കളാണ് എന്ന ഒരു ബോധം രണ്ടുപേർക്കും വേണം. അങ്ങോട്ടൊരു ചാടി നിന്റെ അല്ലെ മക്കളോടൊക്കെ ഉമ്മമാര് പറയുന്ന വലിയ കാര്യം എന്താണ്? മോനെ എനിക്കൊറ്റ ദുആയേ ഉള്ളൂ. എന്താ മങ്ങളെ പ്രാർത്ഥന? നിന്റെ പെങ്ങക്ക്, നമ്മുടെ മൂത്ത മോക്ക് നിന്റെ വാപ്പനെ പോലത്തെ ഒരു വാപ്പന കിട്ടാതിരിക്കട്ടെ, ഇതാണ് എന്റെ വലിയ ദുആ. വേറെ ഒന്നും എനിക്ക് വേണ്ട പഠിച്ചോനെ, ഒറ്റ പ്രാർത്ഥനകളും. നിന്റെ കെട്ടിയവൻ പോലത്തെ ഒരുച്ചനെ എന്റെ മക്കൾക്ക് നീ കൊടുക്കരുതേ, ഇതാണ് ദ്വാരിക്കണത്. ഇത് മക്കളോട് നിങ്ങൾ ദ്വാരുന്നോ? പക്ഷെ മക്കളോടൊന്നും പറയേണ്ട ആവശ്യമുണ്ടോ? ഈ മക്കളുടെ മനസ്സിനകത്ത് പഠിച്ചോനെ നിന്റെ വാപ്പനെ പറ്റിയാണല്ലോ ഇത് പറയുന്നത്, വാപ്പനോട് ഒരു വെറുപ്പുണ്ടാകും. അത് വലിയ പ്രശ്നമാണ്. അങ്ങനെ വെറുപ്പുണ്ടാക്കാൻ പാടില്ല. ഇന്നു മുതൽ മാറ്റം ഉണ്ടാക്കിക്കോ വീട്ടിൽ. മക്കള് മോശമാണ് വെറുതെ ഒന്നല്ല. വീട്ടിനകത്ത് ഒരു സ്വസ്ഥതയും സമാധാനവും വാപ്പയും ഉമ്മയും തമ്മിലുള്ള ഒരു ഐക്യം, അതിലൂടെ മക്കൾ വളരുമ്പോഴാണ് മക്കൾ നല്ല നിലക്ക് വളരുള്ളൂ. അല്ലെങ്കിൽ മക്കൾക്ക് എല്ലാ വലിയ മാനസികമായ പ്രതിസന്ധിയും പ്രയാസവും ഉണ്ടാക്കും വീട്ടിനകത്ത്. അത് നമ്മളോട് പറയാൻ ചാൻസ് ഒന്നുമില്ല. ചെറിയ മക്കളായിരിക്കും, ഉമ്മയും ഉപ്പയും പോയി തല്ലുകൂടാണ്. മക്കൾക്ക് അത് അങ്ങോട്ട് തിരുത്താനും കഴിയൂല. പാപ്പന്റെ ഭാഗത്ത് നിൽക്കാൻ പറ്റൂല, ഉമ്മന്റെ ഭാഗത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും മക്കള്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, ഈ മക്കളുടെ മുന്നിൽ വെച്ച് ഞാൻ എന്ത് ചെയ്യൂല, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഇടപെടൂല, തോന്നിയാസം പറയൂല എന്ന് നമ്മൾ എന്ത് ചെയ്യാം? പ്രതിജ്ഞ എടുക്കാം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബാധ്യതകളൊക്കെ നമ്മൾ പറഞ്ഞു. മക്കളോടും ചില ബാധ്യതകളുണ്ട്. കുടുംബത്തോടെ സ്വർഗത്തിലേക്കാണ് വിഷയം. മക്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകണം. യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, ഒരു മാതാവിന് പിതാവിന്, ആദ്യം പിതാവിനാണ് മക്കളോടുള്ള കടമകൾ ഒന്ന് പറയണേ. യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, മക്കളോടുള്ള ബാധ്യതകളൊന്ന് പറയണേ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ 3 ബാധ്യതകളാണ് ഒരു വാപ്പ മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് 3 കടമകളാണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ മക്കള് നേരാകൂല. ചെയ്യാത്തോൽ അള്ളാഹിനോട് ദ്വാരനോടി, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇനിയുള്ള തലമുറക്ക് ഈ പ്രശ്നം ഉണ്ടാവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് 3 ബാധ്യതകളാണ് ഒരു വാപ്പ മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ടത്. അതിലൊന്ന് ഒന്ന് ദുആയാണ്. രണ്ടാമത്തതോ ഹലാലും ത്വയ്യിബുമായ ഭക്ഷണം കൊടുക്കലാണ്. മൂന്നാമത്തതോ അവന് അദബ് പഠിപ്പിച്ചു കൊടുക്കലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. 3 ബാധ്യത. ഇത് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നാലോചിക്കാം. കാറ് വാങ്ങിക്കൊടുക്കലല്ല, മോന്റെ പേരിൽ അവിടെ സ്വത്ത് എഴുതി വെക്കലല്ല. ഏറ്റവും വലിയ ബാധ്യത അവന് വേണ്ടി ദുആ ചെയ്യലാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾക്ക് ദുനിയാവിൽ ഉപകരിക്കുന്ന ഏറ്റവും ഉപകാരമുള്ള ദുആ ആരുടേതെന്നറിയോ? മാതാപിതാക്കളുടെ ദുആയ. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ചെയ്യുന്ന പ്രാർത്ഥനയാ. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പയും ഉമ്മയും മക്കളുടെ പേര് പറഞ്ഞ് ദുആർക്കണം. ഇന്നു മുതൽ നമ്മൾ ഇങ്ങനെ ദ്വാരക്കും പഠിച്ചോ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ ഗഫിർ ലനാ ദുനൂബനാ ഖത്തായനാ കുല്ലഹാ ദ്വാരന്നിട്ട് മുത്തിയിട്ട് പോയി പഠിച്ചോനെ എനിക്ക് ബിസിനസ് വർക്കത്ത് തരണേ, അവിടെ അങ്ങനെ ആക്കണേ, രോഗം മാറണേ, ആക്സിഡന്റ് ഉണ്ടാവരുത്, ദുനിയാവത്തെ കുറേ കാര്യം ഇങ്ങനെ പറയും. എൻ്റെ വീട് പെട്ടെന്ന് തന്നെ 2 അട്ടിയാക്കണേ, അവിടെ AC ഇല്ല പഠിച്ചോനെ റൂമിൽ, എങ്ങനെയെങ്കിലും AC വാങ്ങാനുള്ള പൈസ സെറ്റാക്കണേ, എൻ്റെ പെണ്ണുങ്ങളെ നന്നാക്കണേ, നമ്മെ മാതിരി ഒരു ഡ്രാക്കുളനെ ജീവിതത്തിൽ കിട്ടിയതിന് പഠിച്ചോനെ ഞാൻ കുറെ അനുഭവിച്ചു, ഓളെ നന്നാക്കണേ. ആണ് ദ്വാരക്കണത്. സ്വന്തം മക്കളുടെ പേര് പറഞ്ഞ് വാപ്പമാര് ദുആ ചെയ്യണം ഇന്നു മുതൽ. മക്കളുടെ ഭാഗത്ത് ഒരു തെറ്റ് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യരുത്? ആദ്യം പോയിട്ട് അടിക്കരുത്, ആദ്യം പോയി ഉപദേശിക്കുകയും ചെയ്യരുത്. ആദ്യം ചെയ്യേണ്ട പണി അവർക്ക് വേണ്ടി ദുആയാണ്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ 10 കൊല്ലം കാലം ജീവിച്ച മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു 11-12 വയസ്സുള്ള സമയത്ത് ഒരു കുരുത്തക്കേട് കളിച്ച സംഭവം ഹദീസിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചെയ്തത് നബി തങ്ങളുടെ മോനെ പോലെ വളർന്ന സ്വഹാബിയ, അല്ലാഹുവേ ഈ പൊന്നുമോന് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. ആദ്യം ചെയ്ത ദുആ ഏതാ? ഒരു തെറ്റ് കണ്ടാൽ ആദ്യം ചെയ്യേണ്ട പണി പ്രാർത്ഥനയാണ്. ഇമാം നാസിറുദ്ദീൻ ബൈളാവി റഹ്മത്തുള്ളാഹി അലൈഹി പ്രഗൽഭനായ വ്യാഖ്യാതാവാണ്. മഹാനവറുകൾ തന്റെ കിതാബിൽ ഒരു പിതാവിന്റെ ധർമ്മത്തെ സംബന്ധിച്ചുകൊണ്ട് പറയുന്നിടത്ത് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. 3 ഫുട് നോട്ടുകൾ കൊടുത്തു. ഒന്ന്, നബി തങ്ങളുടെ മുന്നിലേക്ക് അഅറാബി വന്ന് ചോദിച്ചു, നബിയെ വ്യഭിചരിക്കാൻ സമ്മതം തരണോ? ഞാൻ എല്ലാം ചെയ്തോളാം, നോമ്പെടുത്തോളാം, സ്വതക്ക കൊടുത്തോളാം, സക്കാത്ത് ചെയ്തോളാം, പക്ഷേ നബിയെ വ്യഭിചരിക്കാൻ എനിക്ക് സമ്മതം തരണോ? ബാക്കിയൊക്കെ ചെയ്തോളാം, ഇതെന്നെ കൊണ്ട് നിർത്താൻ പറ്റുന്നില്ല. അടുത്ത കാലത്ത് മുസ്ലിമായ സമയത്ത് വന്നതാണ് അല്ലെ, കുറെ കാലം കഴിഞ്ഞിട്ടുള്ള ആളല്ല. തൊട്ടടുത്ത് മുസ്ലിമായ ഒരു അറാബി വ്യഭിചരിക്കാൻ സമ്മതം തരാൻ വേണ്ടി പറഞ്ഞു. നമ്മളാണ് എന്ത് ചെയ്യും? നമ്മളെ മക്കളാണ് വാപ്പനോട്, വാപ്പേ ഞാൻ പള്ളിയിലൊക്കെ പോയിക്കോളാം, പക്ഷെ എനിക്കൊരു ചെറിയൊരു ഒരു പ്രശ്നമുണ്ട്, എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുത്തിയായിട്ട് കലശലമായ പ്രേമുണ്ട്, നിങ്ങളൊന്ന് സെറ്റാക്കി തരണം. വാപ്പനോട് മക്കൾ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഒന്ന് കൊടുക്കൂ, ആദ്യം ഒന്ന് കൊടുക്കും, എന്നിട്ടേ വർത്താനുള്ളൂ. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. ആദ്യം ചെയ്യേണ്ട പണി എന്താണ്? മാമുനാ നാസിറുദ്ദീൻ ബൈളാവി തങ്ങൾ പറയാൻ, ഈ സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് മഹാൻ പറയാണ്, ഉപദേശം എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്, അടിക്കുക എന്നതൊരു നല്ല കാര്യമല്ല. ഓരോ വാപ്പയും ഉമ്മയും ചെയ്യേണ്ടത് ആദ്യത്തെ പണി സാധാരണ നിങ്ങൾ മനസ്സിലാക്കുന്ന ഉപദേശം എന്നല്ലേ? ഉപദേശം നല്ല കാര്യമാണ്. ഏതൊരു നല്ല കാര്യവും അള്ളാഹുമായി ബന്ധപ്പെടുത്തിയിട്ട് വേണം ചെയ്യാൻ, എങ്കിലേ അതിൽ ബറക്കത്തുണ്ടാവുകയുള്ളൂ എന്ന് മഹാനായ ഇമാം നാസിറുദ്ദീൻ ബൈളാവി തങ്ങൾ പറയാം. ഏതൊരു കാര്യം അള്ളയായിട്ട് ബന്ധപ്പെടുത്തണം. അപ്പൊ നിങ്ങളൊരു കാര്യം ഉപദേശിക്കണതിന്റെ മുമ്പ് നിങ്ങൾ ആദ്യം അള്ളാഹുവിനോട് ഈ മകനുക്ക് വേണ്ടി ദുആ ചെയ്യണോ? ഒരാളും ചെയ്യാത്തൊരു പണിയാണ്. ഇന്നു മുതൽ ട്രൈ ചെയ്തോ. അള്ളാഹു ഈ മനസ്സിലാമത്താക്കി തരട്ടെ. ഉമ്മമാരും ഉപ്പമാരും, എന്റെ മോനെ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ കള്ളുകുടിയനാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ലഹരിയിൽ പെട്ടുപോയി എന്ന് വാപ്പ അറിഞ്ഞാൽ കത്തിയും കൊടാലും എടുത്ത് ഇവനെ കുത്താൻ നടക്കുന്നതിന്റെ മുമ്പ്, അവൻ കേൾക്കുകയാണെങ്കിൽ അങ്ങനെ, അവൻ ഇല്ലാത്തപ്പോഴാണെങ്കിൽ അങ്ങനെ, ആദ്യത്തെ പ്രതികരണം അല്ലാഹുവേ എന്റെ മോനോട് നീ പൊറുക്കണേ അല്ലാ. മക്കളോടും പറയണം, മോനെ അല്ലാഹു നിനക്ക് പൊറുത്തു തരട്ടെ. എന്നിട്ടാണ് ഉപദേശം. എന്നിട്ടും നന്നാകില്ലെങ്കിലാണ് വടിയെടുക്കേണ്ടത്, അല്ലാതെ ആദ്യം തന്നെ ഉപദേശവും മടിക്കലുമല്ല. തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ഒരു സ്വഹാബി വര്യൻ തന്നെയാണ് വന്നത്. നബിയേ ഹലക്തു യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, അല്ലാഹുവിന്റെ ഹബീബേ, ദൂതരെ, ഞാൻ നശിച്ചു പോയി. എന്ത് പറ്റിയടാ നിനക്ക്? മുത്തുനബിയെ, റമളാന്റെ പകലിൽ ഞാനൊരു ഹറാമ് വ്യഭിചാരം ചെയ്തു പോയി. റമളാന്റെ പകലില് അതിനെനിക്ക് പരിഹാരം വേണോ? നല്ല കാര്യം എന്നല്ല പറഞ്ഞത്, വളരെ മോശപ്പെട്ടൊരു സംഗതി ചെയ്തു എന്ന് പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചെയ്ത പണി എന്താണ്? ഉപദേശിച്ചൊന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അഫല്ലാഹു അമ്മാ സലഫ് അല്ലാഹുമ്മ ത്വഹിർ ഖൽബഹു അല്ലാഹുമ്മ ഗ്ഫിർ ദംബഹു. റിപ്പോർട്ട് ചെയ്യുന്ന പണ്ഡിതന്മാർ അങ്ങനെയാണ് എഴുതി വെച്ചത്. അയാളെ പാവം പുറത്തു കൊടുക്കാൻ, അദ്ദേഹത്തിന്റെ കൽബ് ശുദ്ധിയാക്കാൻ നബി തങ്ങൾ ദ്വാരക്കുകയാണ്. മോനെ, നിന്റെ കൽബിനെ അല്ലാഹു ശുദ്ധിയാക്കി തരട്ടെ, നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. ഇതാണ് വാപ്പമാര് ഉമ്മമാര് ഉപദേശിക്കണതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത്, ഈ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കലാണ്. ഇനി വെറുതെ നമ്മൾ എപ്പോ ദ്വാരക്കുന്നു, അല്ലാഹുവേ എന്റെ മൂത്ത മോന് ഫയാസ്, ഫാസില്, സക്കീർ, നിസാർ, മുത്തലിബ്, ഇവനിക്ക് നീ സ്വർഗം കൊടുക്കണേ, ഇവനെ നന്നാക്കണേ റബ്ബേ എന്ന് പേര് പറഞ്ഞുകൊണ്ട് ദ്വാരക്കുക. ഖാസ്സായ പ്രാർത്ഥന. എന്റെ രണ്ടാമത്തെ മോന് ഇങ്ങനെ ദുആ ചെയ്യുക. അതൊക്കെ കൂലി കിട്ടുന്ന കാര്യമാണ്. ഇമാമിങ്ങൾ അതൊക്കെ നമ്മളോട് പറഞ്ഞെന്നാണ്. ഉമ്മമാര് ദ്വാരക്കുമ്പോ പ്രത്യേകം മക്കളുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ദ്വാരക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുപോലെ മക്കൾ മാതാപിതാക്കൾക്കും ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പൊ വാപ്പാര് ചെയ്തു കൊടുക്കേണ്ട ഒന്നാമത്തെ ബാധ്യത മക്കൾക്ക് ദുആ ചെയ്തു കൊടുക്കലാണ്. രണ്ടാമത്തത് അവർക്ക് ഹലാലും തുയ്യിബുമായി ഫുഡ് കൊടുക്കലാണ്. ഹലാലല്ലാത്ത ഫുഡ് കഴിച്ചാൽ ദുആക്ക് ഉത്തരം ഉണ്ടാവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഅദ് ബിൻ അബീ വഖാസ് തങ്ങൾ നബി തങ്ങളോട് പറഞ്ഞു, നബിയെ എനിക്ക് ദുആക്ക് ഇജാബത്ത് കിട്ടണം, പെട്ടെന്ന് ഉത്തരം കിട്ടണം, മുസ്തജാബു ദഅവ അല്ലേ, ദുആ ഇരുന്നാൽ അപ്പാടെ ഉത്തരം കിട്ടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ നിന്റെ ഭക്ഷണം ഹലാലും ത്വയ്യിബുമാക്കണേ. അങ്ങനെയാണെങ്കിൽ മുസ്തജാബു ദഅവയായി നിനക്ക് മാറാം.
ദുആ ചെയ്ത അപ്പാടെ ഉത്തരം കിട്ടും. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളെ പറ്റി കിതാബിൽ കാണാം, സ്വഹാബികൾക്കിടയിൽ ഏറ്റവും വലിയ ദുആക്ക് ഇജാബത്തുള്ളയാളാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. എന്തേ? ഭക്ഷണം ഹലാല് മാത്രമല്ല ത്വയ്യിബുമാവണം. കട്ടിട്ട് ആ കട്ട മുതൽ മക്കൾക്ക് തിന്നാൻ കൊടുത്താൽ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവില്ല, ഈ മക്കൾക്ക് ഉപകാരം ഉണ്ടാവില്ല. ഇത് രണ്ടുപേരുടെ ഹറാം എന്ന് മുളിച്ചുണ്ടായ കാര്യ സാധനങ്ങൾക്കൊക്കെ അതിന്റെ ഏറ്റവും നല്ല സ്ഥലം നരകാണ് പിന്നെ നല്ലതെന്നാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുക, ഹലാലായ ഭക്ഷണം മാത്രം കൊടുക്കുക. കട്ടിട്ട് എന്ത് ചെയ്യണ്ട, മക്കൾക്ക് കൊടുക്കണ്ട. ഹറാമിന്റെ പണം സമ്പാദിച്ച് മക്കൾക്ക് ഭക്ഷണം കൊടുക്കണ്ട. ഭാര്യക്കും കൊടുക്കുന്നത് നല്ല കൊടുത്തോ, ഒരല്പം പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, കൊടുക്കുന്നത് ഹലാലും തൊയ്യുമാക്കിക്കോ. അല്ലാഹു തൗഫീഖ് തരട്ടെ. മൂന്നാമത്തത് അവരെ അദബ് പഠിപ്പിക്കലാണ്. അദബ് പഠിപ്പിച്ചു കൊടുക്കുക. പ്രിയപ്പെട്ട മക്കളെ അദബ് പഠിപ്പിച്ചു കൊടുക്കുക. അദബില്ലാതെയാണ് മക്കൾ വളരുന്നതെങ്കിൽ മക്കളെ കൊണ്ട് യാതൊരു ഉപകാരം ഉണ്ടാവില്ല. അദബ് പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ ഭാഗമാണ് അവർക്ക് ദീനിയായ ശർഈയായ വിജ്ഞാനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. ആ ഒരു വിഷയം രക്ഷിതാക്കന്മാരൊക്കെ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കണം. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ, അല്ലാഹ് നീ സൗഭാഗ്യം നൽകണേ, അല്ലാഹ്. ഈ മൂന്ന് വിഷയം എന്ത് ചെയ്യാം, വളരെ ഗൗരവത്തിൽ ആണുങ്ങളും പെണ്ണുങ്ങളും എടുക്കുക. പെണ്ണുങ്ങളൊക്കെ ഭർത്താവിനോട് പറയാം, ഹറാമായ പൈസ കൊണ്ട് എനിക്കും എന്റെ മക്കൾക്കും ഭക്ഷണം വേണ്ട. ഈ ഒരു തീരുമാനം എടുക്കാൻ പറ്റണം. ഹലാല് മാത്രം മതി. വേണമെങ്കിൽ ഒരു ദിവസം പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, ഹലാലും തൊയ്യുമായ ഭക്ഷണം മാത്രം കഴിച്ചിട്ട് ശീലിക്കുക. എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവും. അള്ളാഹിനോട് ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരം തരും. അള്ളാഹു തൗഫീഖ് തരട്ടെ. മൂന്ന് കാര്യം കൂടെ പറഞ്ഞ് ഇൻഷാ അള്ളാഹ് അവസാനിപ്പിക്കാൻ. എന്ത് സ്വഭാവം ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് സ്നേഹം ഇല്ലാതായി പോകും. ഏത് സ്വഭാവം ഉണ്ടെങ്കിൽ സ്നേഹം വർദ്ധിക്കും. നബി തങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ, മക്കൾ മാതാപിതാക്കൾക്കിടയിൽ സ്നേഹം കൂടാനും സ്നേഹം പൊളിഞ്ഞു പോകാനും പറഞ്ഞു തന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമ്മുടെ വിഷയം അവസാനിപ്പിക്കും. ഒരുപാട് ആയത്തും ഹദീസും സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. അതിന്റെ മുമ്പ് അത് കഴിഞ്ഞിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലി നമ്മൾ അള്ളാഹുവിലേക്ക് കരഞ്ഞിട്ട് ദ്വാരക്കാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മുടെ ഈ മജ്ലിസ് ഒരു 5 മിനിറ്റ് ഞാൻ എടുക്കുന്നുള്ളൂ. റമദാനാണ്, അള്ളാഹുവിന്റെ ദീനിന്റെ മജ്ലിസാണ്. പാവങ്ങളായ രോഗികൾക്ക് വേണ്ടി സഹായിക്കാൻ വേണ്ടി സഹോദരിമാരുടെ ഭാഗത്തേക്ക് വോളണ്ടിയേഴ്സ് വരും. ഒരു പേജും പേനയായിട്ടും കുടിച്ചില്ലേ? മനസ്സിൽ നിയത്തിയ 21-ാം രാവാണ്. പടച്ചോനെ, ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ, ഏകദേശം നാളെ നേരം വെളുക്കാൻ സമയം 12 മണിയായില്ല, നേരം വെളുത്ത് നാളെ രാവിലെ 6 മണിയാണ് എന്റെ അവസാന സമയമെങ്കിൽ നാളെ രാത്രിയോടുകൂടി ഈ ലോകം വിട്ട് പിരിയും, ഒരു സംശയവുമില്ല. രാത്രിയാണ് അവസാനമെങ്കിൽ, മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് ഈ ലോകം വിട്ട് പിരിഞ്ഞ് ഖബറിലെത്തി, ഖബറിൽ കൊണ്ടുപോയി അടക്കും. അല്ലെ, മരിച്ചപ്പോൾ കൊണ്ടുപോയി ആരും എടുക്കൂലോ. കുറച്ച് സമയം മയ്യത്ത് കുളിപ്പിക്കാനും കാണാൻ വരാനൊക്കെ കൂട്ടി വൈകുന്നേരം ആകുമ്പോൾ ഖബറിലെത്തി. കുളിപ്പിക്കുന്ന സമയത്ത് അവസാനത്തെ സ്വർണ്ണം ഊരി വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അതിന്റെ അവകാശം മക്കളോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരായി. ഖബറിൽ നമ്മൾ ഒറ്റക്കാണ് കിടക്കുന്നത്. അവിടെ നമുക്ക് സുഖം വേണമെങ്കിൽ അള്ളാഹുവിന് വേണ്ടി ചെയ്തത് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. അള്ളാന്റെ കരുണ നിങ്ങൾക്ക് വേണം. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിച്ചു. നമ്മൾ ഉമ്മാന്റെ വയറ്റെന്ന് വരുമ്പോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, തിരിച്ചു പോകുമ്പോ ഒന്നും കൊണ്ടുപോകില്ല, ഉറപ്പാണ്. അതുകൊണ്ടൊക്കെ ഇവിടെ ബാക്കിയാക്കി പോവും. മക്കള് തല്ലിവിടും. മക്കള് നമുക്ക് വേണ്ടി അതെടുത്തിട്ട് സ്വതക്കൊന്നും ആരും വിചാരിക്കേണ്ട. പണ്ടത്തെ മക്കളൊന്നുമല്ല ഓൻ. അതുകൊണ്ട് പുതിയ ബിസിനസ് തുടങ്ങാൻ നോക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ വാപ്പ മരിച്ചുവല്ലോ, വാപ്പന്റെ സ്വത്തല്ലേ കിടക്കണത്, ഞാൻ കൊടുക്കട്ടെ പള്ളിക്ക് എന്നൊന്നും ഒരു മോനും കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുതിയ കാലത്ത് അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അല്ലാതെ നമ്മുടെ മക്കളൊക്കെ നന്നാക്കട്ടെ. അതുകൊണ്ട് മക്കള് ചെയ്യാൻ കാത്തിക്കണ്ട, നമ്മൾ നമ്മുടെ കാര്യം ചെയ്തിട്ട് പോവാ. മക്കൾക്ക് ആവശ്യമുള്ളത് അവിടെ ബാക്കിയാക്കുക. നമ്മളെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം, മരിക്കണവരെ സമ്പാദിക്കുക എന്ന് പറഞ്ഞു നടന്നാൽ ദീനിന് ഒരു ഉറുപ്പ്യ കൊടുക്കാത്ത മനുഷ്യന്മാരൊരു 5 പൈസ സഹായിക്കാത്ത കൽബാണെങ്കിൽ അപകടമാണ്. അതുകൊണ്ട് മനസ്സിൽ നീയത്ത് വെക്കുക, എനിക്ക് ക്യാൻസർ ഉണ്ടാവരുത്. തിരുവനന്തപുരം പാങ്ങോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ വാലിന് പോയിട്ടുണ്ട്. പാങ്ങോട് ആ സ്ഥലത്ത് നിന്ന് വാല് കഴിഞ്ഞ് 2 ദിവസത്തെ തിരുവനന്തപുരം പരിപാടിയാണ്. റമദാനിന്റെ മുമ്പാണ്. ട്രിവാൻഡ്രം പരിപാടി കഴിഞ്ഞ് പാങ്ങോടും പിന്നെ വേറെ ഏതൊരു സ്ഥലമാണ്, സ്ഥലം ഞാൻ ഓർക്കുന്നില്ല. പകൽ സമയത്ത് വിശ്രമത്തിന് ഒരു ഹോട്ടലിൽ ആയിരുന്നു റൂം ബുക്ക് ചെയ്തത്. ആ ഹോട്ടലിന്റെ ഓണർ ഞാൻ അവിടെ വരുന്നുണ്ട് യാദർശികമായി അറിഞ്ഞിട്ട് അദ്ദേഹം എവിടെന്നോ ഓടിയെത്തി എന്റെ റൂമിൽ വന്നു, എന്നെ കണ്ടു, സംസാരിച്ചു. ഉസ്താദെ, ഞാൻ വലിയൊരു പ്രതിസന്ധിയിലാണ്, ഞാനിപ്പോ വളരെ ദൂരത്ത് ഓടി വരികയാണ്. ദൂരത്ത് എന്ന് പറഞ്ഞാൽ എന്റെ മകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു ഉസ്താദിന്റെ അടുത്ത് പോയിട്ടാണ് വരുന്നത്.
എൻ്റെ മകൾ വർഷങ്ങൾ കാത്തിരുന്ന് എനിക്ക് കിട്ടിയ മോളാണ്. 14 വയസ്സേ ഉള്ളൂ. ഞാൻ അതിൻ്റെ ശേഷം ഒരുപാട് റമദാൻ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മോക്ക് 14 വയസ്സേ ഉള്ളൂ, 9ാം ക്ലാസ്സിലാണ്. വേറെ മക്കൾ എനിക്കില്ല. RCCയിൽ എൻ്റെ മോൾ ക്യാൻസർ രോഗിയാണ്. തലയിൽ ഒറ്റ രോമം പോലും ഇല്ല, കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഉസ്താദിന് പറ്റുമെങ്കിൽ അദ്ദേഹത്തിനുള്ള അതിലുള്ള ഹാൻഡ് വെച്ചുകൊണ്ട് ഗസ്റ്റിനെ അങ്ങോട്ട് കടത്തിവിടാൻ ഉള്ള പെർമിഷൻ ഞാൻ എടുത്തോളാം. ഉസ്താദ് ഒന്ന് വന്ന് ദ്വാരക്കണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. മൂപ്പരുടെ BMW കാറാണ്, അതിൽ കയറി ഹോസ്പിറ്റലിൽ ചെന്നു. ഇവർ അത്യാവശ്യം ഹൈ സ്റ്റാൻഡേർഡ് ഫാമിലി ആയതുകൊണ്ട് എല്ലാ സൗകര്യമുള്ള ഒരു സെറ്റപ്പിലാണ് അവർ നിൽക്കുന്നത്. അവിടെ ചെന്നു. സുബ്ഹാനല്ലാഹ്, 14 വയസ്സുള്ള ഒരു പൊന്നുമോൾ, എല്ലും തോലുമായി മെലിഞ്ഞൊട്ടി, തലയ്ക്കകത്തൊറ്റ മുടി പോലും ഇല്ലാതെ അവിടെ എങ്ങനെ ഇരിക്കുകയാണ്. ഉമ്മ ഒരു ഭാഗത്തിരുന്ന് കരയുന്നുണ്ട്. ഉമ്മാമ പരിസരത്ത്, വല്യമ്മ പരിസരത്തിരിക്കുന്നുണ്ട്. ഈ സഹോദരൻ മൊബൈൽ ഫോൺ ഓപ്പൺ ആക്കിയിട്ട് എനിക്ക് ഫോട്ടോ കാണിച്ചു. ഫോൺ ഓപ്പൺ ആക്കി എൻ്റെ മുമ്പിൽ വെച്ചു. ഇതാണ് എൻ്റെ മോള്, പണ്ടത്തെ ക്യാൻസർ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന്റെ മുമ്പുള്ള ഫോട്ടോ. സുന്ദരിയായൊരു പൊന്നുമോൾ. ആ പൊന്നുമോള് ശരീരമൊക്കെ എല്ലും തോലുമായി, തലയ്ക്കകത്തൊറ്റ രോമവും ഇല്ല, കീമോതെറാപ്പി ചെയ്ത് മുടിയൊക്കെ പോയി. 14 വയസ്സുള്ള പൊന്നുമോൾ. നിങ്ങൾക്കുണ്ടല്ലോ മക്കൾ, ഒരു പെണ്ണിന്റെ തലയ്ക്കകത്തൊറ്റ രോമവും ഇല്ല, മുടി പോയി കഴിഞ്ഞാൽ എന്തൊരു സങ്കടമാണ്. ഈ പൊന്നുമോള് മെല്ലെ സംസാരിച്ചു എന്നോട്, ഉസ്താദേ ഞാനൊന്നും മരിച്ചു കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം ഉസ്താദേ. ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ. അത് കേട്ട് ഉപ്പയും കരയാൻ തുടങ്ങി. ഉമ്മ നേരത്തെ കരച്ചില്ല, വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഉസ്താദെ എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ഞാനൊന്നും മരിച്ചു കിട്ടാൻ വേണ്ടി. റമദാനിൽ അടുത്ത ദിവസങ്ങളിൽ ആ സഹോദരി പൊന്നുമോൾ അള്ളാഹുലേക്ക് യാത്രയായി. ആ ഫാമിലി ലൈവ് കാണുന്നുണ്ടാവും. അള്ളാഹു എന്നെ സ്വർഗം കൊടുക്കണേ റബ്ബേ, മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുക്കണേ തമ്പുരാനെ. 14 വയസ്സേ ഉള്ളൂ. ഞാൻ 59-ൽ എനിക്ക് ക്യാൻസർ വന്ന എന്താ 59 കൊല്ലം ജീവിച്ചല്ലോ. അങ്ങനെ ആരും വിചാരിക്കണ്ട. എപ്പോഴാണിത് വരിക? RCCയിൽ പോയാൽ, നമ്മുടെ ക്യാൻസർ സെന്ററുകളിലേക്കൊക്കെ പോയാൽ മുഅ്മിനീങ്ങളുടെ എത്രയെത്ര ചെറിയ മക്കളാണ്. അതുകൊണ്ട് റമദാനിന്റെ 21-ാമത്തെ രാവിൽ ഇവിടത്തെ കല്ലൂരാവിലുള്ള പ്രിയപ്പെട്ട കൂട്ടുകാർ ഒരുക്കിയ പരിപാടിയിൽ ഇൻഷാ അല്ലാഹ് നല്ലൊരു സ്വതക്ക ഇവിടത്തെ എല്ലാ ആളുകളും ഇവിടെ നിന്ന് പറയാൻ സന്നദ്ധരാകണം. 1000 രൂപ വെച്ചിട്ട് എല്ലാവരും എടുക്കുക. പറ്റുമോ? കൂട്ടണോ? 1000 കുറഞ്ഞോയോ? എവിടെ നമ്മുടെ നിസാർ ടീമൊക്കെ എവിടെ? പിള്ളേരൊക്കെ എവിടെ? 1000 മതി എല്ലാവരും അടുത്തുനിന്ന്. 2000. ഓക്കെ, ഇൻഷാ അല്ലാഹ് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഒരു 2000 രൂപ വെച്ച് ഞാൻ തുടങ്ങിത്തരാം. എന്റെ വക 1000. ബിസ്മില്ലാ എഴുതിക്കോ. 1-ാമത്തെ അബ്ദുള്ള സലീം വാഫി 1000 രൂപ എന്റെ വക. ഞാൻ അങ്ങനെ വയൽ പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, ഇവിടത്തെ സിറ്റുവേഷനും ഇവരെ പറ്റി അറിഞ്ഞ ശേഷമാണ് ഞാൻ കൊടുക്കുന്നത്. ഇവിടെ ചുമ്മാ അല്ല. ഇവിടെ വന്ന് പിള്ളേർ പറഞ്ഞു സമസ്തന്റെ കാര്യത്തിനും SKSFന്റെ കാര്യത്തിനും ലീഗിന്റെ കാര്യത്തിനും എല്ലാത്തിനും ഇവർ തന്നെയാണ് ഓടി നടക്കാറുള്ളത്. അതുകൊണ്ട് ഈ പിള്ളേരുടെ ഈ ഒരു ആത്മാർത്ഥത കണ്ടപ്പോൾ ആണ് അൽഹംദുലില്ലാ അത് നഷ്ടാവൂല എന്ന് ഉറപ്പാണ്. ശക്തമായ നേതൃത്വം അവരുടെ പിന്നിലുണ്ട്. സലീം വാഫി 1000. ഇനി സദസ്സിലേക്ക് ഇങ്ങനെ വരും ഒരു പേനയും കടലാസുമായിട്ട് ഓരോ ഉമ്മമാരും നീയത്തതാണ്, പടച്ചോനെ ഞാൻ മരിക്കണത് വരെ എനിക്കും എന്റെ മക്കൾക്കും എന്റെ ഭർത്താവിന് ക്യാൻസർ നീ കൊടുക്കല്ലേ, കിഡ്നി രോഗം കൊടുക്കല്ലേ. കിഡ്നി രോഗികളായി ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരുപാട് ആളുകളെ സന്ദർശിക്കാറുണ്ട്. ഇത്ര വലിപ്പമുള്ളൂ കിഡ്നിക്ക്, അത് നൊന്നു പോയാൽ തുടങ്ങും ഡയാലിസിസ്. ഏതെങ്കിലും ഒന്ന് വർക്ക് ചെയ്താൽ മതി, പക്ഷെ ഒന്നായിട്ട് എന്ത് ചെയ്യൂല, കേടാവൂല. രണ്ടും ഒരുമിച്ചാണ് പോവുക. കിഡ്നിന്റെ അവസ്ഥ അങ്ങനെയാണ്. ഹോസ്പിറ്റലിൽ പോയി കിടക്കാൻ ഒന്നരാടൻ പോണം. ശരീരത്തിലേക്ക് സൂചി കുത്തി കയറ്റിയിട്ട് ബ്ലഡ് വലിച്ചെടുക്കാൻ, വേറൊരു സൂചിയിലൂടെ ബ്ലഡ് കുത്തി ഇറക്കാൻ. നമ്മൾ വല്ലതും അറിയുന്നുണ്ടോ ജീവിതത്തിൽ? ഇതെങ്കിലും ഒരു കുഴപ്പമില്ല. നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്, നമ്മുടെ ശരീരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശുദ്ധീകരിക്കപ്പെടുന്നു, ഒരു കുഴപ്പവും നമുക്കില്ല. അതുകൊണ്ട് ആ ഒരു രോഗമില്ലാതിരിക്കാൻ ഇവിടെ നിയത്ത് ചെയ്തിട്ട് 1000 രൂപ വെച്ചിട്ട്, 1000 എന്തായാലും കൊടുക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ ഒരു 500 മിനിമം എല്ലാ ആളുകളും ഇൻഷാ അല്ലാഹ് ഒന്ന് നിങ്ങളുടെ പേര് അവരുടെ അടുത്തൊന്ന് പറഞ്ഞേ. പെട്ടെന്ന് തന്നെ പറയാം. ഇൻഷാ അല്ലാഹ് 21-ാം രാവ് ലൈലത്തുൽ ഖദറിന്റെ രാവാണ്. പടച്ചോനെ, സങ്കടം അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയാണ് ഈ സ്വതക്ക കൊടുക്കുന്നത്. അല്ലാഹുവേ നീ കരുണ കാണിക്കണേ റബ്ബേ. ഈ ലൈലത്തുൽ ഖദറിന്റെ പ്രതീക്ഷയുള്ള രാത്രിയിൽ അല്ലാഹ് പടച്ചവനെ, ക്യാൻസർ എന്ന പേമാരിയുണ്ടല്ലോ, ആ മഹാമാരിയുണ്ടല്ലോ, അതിനെ തൊട്ട് ഞങ്ങൾക്ക് കാവല് നൽകണേ അല്ലാഹു കാവൽ നൽകട്ടെ. ഇവിടെ ഒരു 2000 വെച്ച് തരാൻ പറ്റുമല്ലോ, ഒന്ന് കൈപൊക്കിയാട്ടെ ഇൻഷാ അല്ലാഹ്. ചെറിയ സംഖ്യ, റമദാനാണ്, ഒരു സാധാരണ സമയമൊന്നും അല്ല, ശുദ്ധ റമദാൻ. ഒന്ന് കൈപൊക്കെ. എത്ര? 1000 രൂപ. ഒരു പേരെന്താ? ഉബൈദ്. 1000 വെച്ചിട്ട് ഇനിയിപ്പോ 2000 ചോദിക്കുന്നില്ല, 1000 വെച്ച് തരാൻ പറ്റുമല്ലോ, ഒന്ന് കൈപൊക്കി. 1000 രൂപ അള്ളാഹുവിന് വേണ്ടിയിട്ട് വിശുദ്ധ റമദാൻ. എത്ര?
ആ ഒരു പേര് എഴുതിണ്ടല്ലോ, എഴുതിയോ? 500 രൂപ അല്ലെ? അല്ലാഹു സ്വീകരിക്കട്ടെ. എത്ര? 500 രൂപ. ഇവിടെ പേര് എഴുതിയാട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. അടുത്ത ആളാരാ? 500 വെച്ചിട്ടാണെങ്കിൽ 500. ബിസ്മില്ലാ. 500 വെച്ചിട്ട് അടുത്ത ആള് നിസാർക്ക് 1000 രൂപ. ഏത് മോനെ? സഹോദരിമാരെ ഭാഗത്തേക്ക് ചെല്ല്. മൊത്തത്തില് 500 രൂപ. ഇത് പേര് എഴുതിയിട്ട് മൊത്തത്തിൽ കൊണ്ടുവന്നാൽ മതി. അവിടെ നിന്ന് ഇങ്ങനെ പറയണ്ട. വോളണ്ടിയേഴ്സ് ഇങ്ങനെ എല്ലാവരും അടുത്തേക്കും വരും. ഒരു 2 ആളെ ഏൽപ്പിക്കും. ഇവിടെ സ്ത്രീകളുണ്ടല്ലോ അല്ലേ, അവിടേക്ക് ഒരാൾ വിട്ടെ. ആ ഭാഗത്തേക്ക് ഒരാൾ വിട. ഈ ഭാഗത്ത് ആരാണ്? സംഘാടകരോടൊന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞേ. ഇനി ആരാ ഈ ഭാഗത്തുള്ള? അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. വേറെ ആരാ? സഹോദരൻ മൊത്തത്തിലൊന്ന് ചെല്ലുട്ടോ. പക്ഷെ അല്ലാ ഭാഗത്തേക്കും ചെല്ലും. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു കബൂലാക്കി തരട്ടെ. അല്ലാഹു ഏറ്റെടുക്കുമാറാകട്ടെ. ഇനി ആരാ? 1000 രൂപ തരാൻ പറ്റുമല്ലോ? ഇവിടെ ഒന്ന് കൈപൊക്കാട്ടെ. ഞാൻ അങ്ങേയറ്റം ക്ഷീണിതനാണ്. റമദാൻ മാസം നിങ്ങൾക്ക് അറിയാലോ, പരിപാടിക്ക് ഞാൻ തറാവിക്ക് ശേഷം പൊതുവെ പരാതി പ്രോഗ്രാം അങ്ങനെ കൊടുക്കാറില്ല. അടുത്ത ആള് വേറെ ആരെങ്കിലും ഉണ്ടോ? ഷെയ്ഖ് നിസാർ, അവരുടെ കുടുംബത്തിൽ ആരോ മരണപ്പെട്ടിട്ടുണ്ട്. ഉമ്മാമ, അവർക്ക് വേണ്ടി 1000 രൂപ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി ആരാ? 500 രൂപ വെച്ചിട്ട് തരാൻ പറ്റുമല്ലോ? ഒന്ന് കൈപൊക്കാട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു കബൂലാക്കി തരട്ടെ. ലേഡീസിന്റെ ഭാഗത്ത് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുവരണേ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ നീ കബൂലാക്കണേ. അല്ലാ നീ സ്വീകരിക്കണേ. അല്ലാ കബൂലാക്കണേ. റബ്ബേ നീ ഏറ്റെടുക്കണേ. അല്ലാ പടച്ചോനെ, ഈ മജ്ലിസിൽ വന്ന മുഴുവൻ ആളുകളും അവരുടെ മുറാദുകൾ എന്താണെന്ന് നീ അറിയുന്നവനാണ്. നീ ഏറ്റെടുക്കണേ. അല്ലാ നീ പരിഹാരം നൽകണേ റബ്ബേ. നാളെ മറ്റന്നാളും പരിപാടിയുണ്ട്. മറ്റന്നാള് നമ്മുടെ സിറാജുദ്ദീൻ ഉസ്താദാണ് പ്രഭാഷണം. നാളെ ഷമീർ ദാരിമിയായിരുന്നു വരേണ്ടത്. പിന്നെ ആഷിഖ് ദാരിമിയാണ് നാളെ പ്രഭാഷണം നടത്തുന്നത്. അപ്പൊ അതിലൊക്കെ എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാനിപ്പോ ദുആയിലേക്ക് എടുക്കും. അവിടെ എഴുതുന്നുണ്ടാ മോനെ? അവിടെ എഴുതുന്നുണ്ടല്ലേ? ആ ഭാഗത്തേക്ക് പോയിനാ? പോയിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ സദസ്സിൽ വെച്ചുകൊണ്ട് ആരൊക്കെയാണോ പാവങ്ങളായ രോഗികൾക്ക് വേണ്ടി സഹായം കൊടുക്കുന്നത്, പടച്ചവനെ അവർക്ക് നീ എല്ലാവിധ ആരോഗ്യവും നൽകണേ. അല്ലാ ആഫിയത്ത് നൽകണേ. അല്ലാ ഇസ്സത്ത് നൽകണേ. അല്ലാ ഇസ്സത്ത് നൽകട്ടെ. എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കൊണ്ടുപോവാം. ഇൻഷാ അല്ലാഹ് 12 കാലായി. ഇൻഷാ അല്ലാഹ് 12:20 25-ന്റെ ഉള്ളിൽ നമുക്ക് 12:30 ഉള്ളിൽ ഇവിടെ നമുക്ക് വേദി വിടണം. ഇൻഷാ അല്ലാഹ് കൂടുതൽ ലേറ്റ് ആക്കുന്നില്ല. എഴുതി കഴിഞ്ഞിട്ടുണ്ടാ? ഇൻഷാ അല്ലാഹ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കൊണ്ടുവരണം. ഇവിടെ ആരെങ്കിലും ഇനി ഒരു 2 മിനിറ്റും കൂടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പറയാൻ മടിയുള്ള ആളുകൾ നമ്മുടെ സംഘാടകരായ ആളുകളോട് ഒന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? നാളത്തെയും മറ്റന്നാളത്തേക്ക് മജ്ലിസിൽ പ്രത്യേകമായി നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു തരും. ഒരുപാട് പിരിവുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതിലൊക്കെ നിങ്ങൾ തന്നെയാണ് സഹായിക്കുന്നത് എന്നൊക്കെ ഇവിടെ നിന്ന് പ്രിയപ്പെട്ട സഹോദരൻ പറയുന്നത് കേട്ടു. അതിലൊക്കെ അല്ലാഹു ബറക്കത്തും ഇസ്സത്തും അല്ലാഹു നൽകട്ടെ. അല്ലാഹു സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടുംബം പൊളിഞ്ഞു പോകാ, പരസ്പര വിശ്വാസം നഷ്ടപ്പെടാ, സ്നേഹമില്ലാതെയാകാ, 2 സ്വഭാവത്തെ സൂക്ഷിക്കാൻ മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ 2 സ്വഭാവങ്ങളും ഏതാണെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടെന്ന് പറയാണ്, ദേഷ്യം നിങ്ങൾ സൂക്ഷിക്കണേ. നബി മുഹമ്മദ് മുസ്തഫ, ദേഷ്യം അത് നല്ല സ്വഭാവമല്ല. ആവശ്യത്തിനാണെങ്കിൽ, അള്ളാന്റെ വിഷയത്തിലാണെങ്കിൽ കുഴപ്പമില്ല. ദുനിയാവിന്റെ വിഷയത്തിൽ വെറുതെ ദേഷ്യം പിടിക്കാം. മൊബൈൽ ഫോൺ താഴെ വീണ് പൊട്ടി, സ്ക്രീൻ ഗ്ലാസ് പൊട്ടി, 100 റുപ്യ എടുത്താൽ മാറ്റാൻ പറ്റും. എന്നാലും ഒരു 4 ദിവസം അതിന്റെ പേര് ഒച്ചപ്പാട്.
ഷോക്കേസിനകത്ത് കുറെ ഗ്ലാസും കോപ്പയും ജഗ്ഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. 10 കൊല്ലം ബാക്കുള്ള സാധനമാണ്. മരിക്കുന്നവരെ നമ്മൾ ഇത് ഉപയോഗിക്കൂല. അവിടെ ഇങ്ങനെ കാണാൻ വെച്ചതായിരിക്കും. ഒരു 100 പ്ലേറ്റ് ഒക്കെ ഉണ്ടാകും അല്ലേ. ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചാൽ അത് കൊടുക്കൂല, തൊടാൻ സമ്മതിക്കൂല. മക്കളെങ്ങാരെടുത്ത് താഴെട്ടാ പിന്നെ ബദർ യുദ്ധം വീട്ടിൽ തുടങ്ങി. ഈ മോനെ ഒരാഴ്ച ആയിട്ടുണ്ടാവും ബഹ്റ് കള്ളാക്കുന്നുണ്ടാവും. സുബഹിസ്കരിക്കാതെ ഉറങ്ങുന്ന ഒരുത്തനാ. ഓനിങ്ങനെ ഓടി വന്നിട്ട് എന്തോ ആവശ്യത്തിന് ഷോക്കേസ് ഓപ്പൺ ആക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഈ സാധനമൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്ത് വന്ന് അൽബുണ്ടാക്കിയത് താഴെ പൊട്ടിയാൽ തീർന്നു. പിന്നെ പ്രസവിച്ച് അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ ചങ്ങാതിനെ പോറ്റാൻ, ഈ ഹയവാനെ പോറ്റാൻ. പഠിച്ചോനെ വയ്യൂലല്ലോ റബ്ബേ, ഇവനൊന്ന് മരിച്ചു കിട്ടിയാൽ ഇന്ന് നോക്കാം. ഇങ്ങനെയൊക്കെയാണ് പറയാറുണ്ട്. ഒന്നും പറയരുത് എന്നാണ്. ദുനിയാവിന്റെ കാര്യത്തിൽ ദേഷ്യം പിടിക്കാൻ വെറുതെ ആവശ്യമില്ല. ദേഷ്യം പിടിക്കാൻ അള്ളാഹ് പെർമിഷൻ തന്നത് അള്ളാന്റെ കാര്യത്തിലാണ്. സുബഹിസ്കരിക്കുന്നില്ല എത്ര പറഞ്ഞിട്ടും അവിടെ നമുക്ക് ദേഷ്യം പിടിക്കേണ്ടി വരും. അല്ലാതെ ദുനിയവിയായ വിഷയങ്ങളിലൊക്കെ സൗമ്യമായ പെരുമാറ്റമാണ് വേണ്ടതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദേഷ്യം വെറുതെ പിടിക്കുന്നത് സ്നേഹം പോകുന്നതാണ്. ഒരിക്കൽ ദേഷ്യം പിടിച്ചിട്ട് മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതായി പോകും. ഭയങ്കര ദേഷ്യക്കാരനാണെങ്കിൽ പുറമെ പ്രകടിപ്പിക്കൊന്നുമില്ല അല്ലെ. ഒരാൾക്ക് ഭയങ്കര കോപമുള്ള ആളാണെങ്കിൽ അവനോട് വലിയ സ്നേഹം ആർക്കും ഉണ്ടാവില്ല. പുറമെ നമ്മൾ സ്നേഹമില്ലാന്ന് കാണിക്കുന്നുള്ളൂ, അവന്റെ കൂടെ അങ്ങനെ നടക്കും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇഷ്ടം അത് രൂപപ്പെടൂല. ദേഷ്യക്കാരുണ്ട്, നല്ല സ്വഭാവമല്ല. ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ കാസിമി ഉസ്താദിന് സുഖമില്ല, വയ്യാതെ കിടക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ചവനെ, ബഹുമാനപ്പെട്ട ഉസ്താദ് ഒരുപാട് ദീനി മജ്ലിസുകൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നവരാണ്. അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. പൂർണ്ണമായ ശിഫ അല്ലാഹു നീ നൽകണേ തമ്പുരാനെ. നാളത്തെ നമ്മുടെ ഷമീർ ദാരി ഉസ്താദ് അസുഖമായിട്ട് കിടക്കുകയാണ്. ഈ വയല് പറയുന്ന ഉസ്താദ്മാർക്കൊക്കെ ഇടയ്ക്കിടെ അല്ലെ ഇങ്ങനെ റെസ്റ്റ് ഇല്ലാതെ വയല് പറയുമ്പോൾ ഉണ്ടാകുന്ന ഓരോ പ്രതിസന്ധികളാണ്. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്തു കൊടുക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഇവിടെ സ്വതക്ക പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെയും അള്ളാഹു എല്ലാവിധ കൂലിയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകട്ടെ. എല്ലാ കൂലിയും അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അബൂദർ റളിയല്ലാഹു തആല അൻഹു ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ നടക്കുമ്പോ പെട്ടെന്ന് ബിലാൽ തങ്ങളോട് ദേഷ്യം പിടിക്കുകയാണ്. ബിലാൽ തങ്ങൾ പറഞ്ഞൊരു വാക്ക് മഹാനായ അബൂദർ തങ്ങൾക്ക് ഇഷ്ടമായില്ല. ബിലാൽ തങ്ങൾ പറഞ്ഞ അഭിപ്രായമുണ്ടല്ലോ, അതിനെതിരെയാണ് മഹാനായ അബൂദർ തങ്ങൾ പറയുന്നത്. ബിലാൽ തങ്ങൾ പറഞ്ഞു, വേണ്ട, ഞാൻ പറഞ്ഞ അഭിപ്രായം തന്നെ നടത്തണമെന്ന്. അത് ഇഷ്ടപ്പെടാതെ മഹാനായ അബൂദർ തങ്ങൾ ദേഷ്യത്തോടെ ബിലാൽ തങ്ങളെ വിളിച്ചു, യബ്ന സൗദാ, യബ്ന സൗദാ, കറുത്തവളുടെ പുത്ര, കറുത്ത പെണ്ണിന്റെ മോനെ. ബിലാൽ തങ്ങളെ അങ്ങനെ അഭിസംബോധന ചെയ്തപ്പോ ബിലാൽ തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി. ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഹദറത്തിലേക്ക് ചെന്നു. മുത്തുനബിയോട് പറഞ്ഞു, നബിയേ, അബൂദർ തങ്ങൾ എന്നെ എന്റെ ഉമ്മാനെ പറ്റിയിട്ട് കറുത്തവള് എന്ന് പറഞ്ഞിട്ടുണ്ട് നബിയേ. യബ്ന സൗദാ എന്നോട് പറഞ്ഞു നബിയേ, ഞാൻ കറുത്തവനോ, എന്റെ ഉമ്മായും കറുത്തവളോ, എന്തിനാണ് അതിങ്ങനെ പറയുന്നത്? നിരപരാധിയായ എന്റെ മാതാവിനെ കുറിച്ചിട്ട് കറുത്തവളുടെ മോനെ എന്ന് എന്നോട് പറയേണ്ടത് എന്തിനാ? വല്ലാത്ത സങ്കടമായി നബിയെ. ബിലാൽ തങ്ങൾ മുത്തുനബിയോട് പറയുമ്പോ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ അബൂദർ തങ്ങളെ കൊണ്ടുവരികയാണ്. അബൂദർ തങ്ങളോട് സ്ഥലത്തേക്ക് നബി തങ്ങൾ അടുത്തേക്ക് വരാൻ പറഞ്ഞു. അബൂദർ തങ്ങൾ വന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂദറേ, എനിക്ക് സ്വർഗ്ഗത്തിൽ പോണ്ടേ? വേണം നബിയെ. എന്തിനാണ് നിരപരാധിയായ ബിലാൽ തങ്ങളുടെ ഉമ്മാനെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞത്? കറുത്തവളുടെ പുത്ര, ആ മാതാവ് ഒന്നും അറിയില്ലല്ലോ, ആ മാതാവിന് എന്തിനാണ് കറുത്തവൾ എന്ന പ്രയോഗം നടത്തിയത് എന്ന് പറഞ്ഞപ്പോ അബൂദർ തങ്ങൾ പൊട്ടിക്കരയാൻ തുടങ്ങി. മഹാനായ ബിലാൽ തങ്ങളോട് കരഞ്ഞു മാപ്പ് ചോദിച്ചു. ബിലാൽ തങ്ങൾ മാപ്പ് കൊടുത്തു. ആ സമയത്ത് അബൂദർ തങ്ങൾ മുത്തുനബിയോട് പറഞ്ഞു, നബിയെ, എന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരണം. ഔസിനി യാ റസൂലല്ലാഹ്, ദുനിയാവിൽ എന്റെ ബന്ധങ്ങളെല്ലാം നിലനിൽക്കാൻ, ആഖിറത്തിൽ എനിക്ക് സ്വർഗം കിട്ടാൻ എന്തെങ്കിലും പറയണം നബിയേ. മുത്തുനബിയോട് പറഞ്ഞപ്പോഴാണ് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലാ തദഗബ്, അബൂദറേ, നീ ദേഷ്യം പിടിക്കരുത്. ثم يا رسول الله, വേറെ എന്താണ് നബിയേ? ലാ തദ്ഗബ്, നീ ദേഷ്യം പിടിക്കരുത്. ثم يا رسول الله, വേറെ
വേറെ എന്താണ് നബിയെ? ലാ തദ്ഗബ്, നീ ദേഷ്യം പിടിക്കരുത്. 3 വട്ടം പറഞ്ഞു ദേഷ്യം പിടിക്കരുത്. ദേഷ്യം നല്ല സ്വഭാവമേ അല്ല. രണ്ടാമത്തെ കാര്യം ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, രണ്ടാമത്തെ കാര്യം കിബ്റാണ്. കിബ്ർ. 2 കാര്യം ഒരാളുടെ കൽബിലുണ്ടെങ്കിൽ അവന്റെ ബന്ധങ്ങളിൽ ഇളക്കം തട്ടും, പൊളിഞ്ഞു പോകും. ഞാൻ വലിയ ആളാണ്, നീ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്നോളല്ലേ. ഈ ഒരു കിബിർ ഉണ്ടെങ്കിൽ സ്നേഹം ഉണ്ടാവൂല. സുഹൃത്തുക്കൾ ഒരുമിച്ച് നടക്കുമ്പോൾ പാവപ്പെട്ടവനുണ്ടാവും, പൈസ ഉള്ളവനുണ്ടാവും. എല്ലാവർക്കിടയിൽ ഒരേ മനസ്സായിരിക്കണം. എന്റെ അടുത്ത് അത്യാവശ്യം പൈസ ഉണ്ട്, എന്റെ അടുത്ത് നല്ല വണ്ടി ഉണ്ട്, എന്റെ അടുത്ത് നല്ല കാറുണ്ട് എന്നുള്ള ഒരു ജാട കൽബിലുണ്ട്. മനുഷ്യന്മാർക്ക് അത് പെട്ടെന്ന് തിരിയും. അഹങ്കാരം കൽബിലുണ്ടെങ്കിൽ തിരിയാതിരിക്കൊന്നുമില്ല, ആളുകൾക്ക് അത് മനസ്സിലാവും. ഭാര്യ നല്ല പൈസ ഉള്ള തറവാട്ടിൽ നിന്നാണ്, പുതിയാപ്പിളിന്റെ അടുത്ത് ഒക്കെ പൊളിഞ്ഞു തൂഫാനായി, ഒരു 5 വയസ്സല്ല. എന്നിട്ട് ഭാര്യ അഹങ്കരിക്കുക, എന്റെ അടുത്ത് പൈസ ഉണ്ട്, എന്റെ വാപ്പാന്റെ അടുത്തും പൈസ ഉണ്ട്. ഈ ജാട അഹങ്കാരം കൽബിലുണ്ടോ, സ്നേഹം പൊളിഞ്ഞു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 2 കാര്യവും ആലോചിക്കാം. നമ്മുടെ ജീവിതത്തിലുള്ളതാണ്. 2 കാര്യം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സ്നേഹം വർദ്ധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ പരസ്പരം ഗിഫ്റ്റുകൾ കൈമാറിയാൽ നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്പരം ഗിഫ്റ്റുകൾ കൈമാറാം. ഇപ്പൊ ഭാര്യയുടെ വാർഷികമൊക്കെയാണ് അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇസ്ലാമിൽ അതിന് വലിയ എന്തായാലും ഇസ്ലാമിൽ വലിയൊരു സംഭവം ഒന്നല്ല. ഒരു ഭാര്യനെയും ഭർത്താവിനെയും സംബന്ധിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ നിക്കാഹ് നടന്ന ദിവസം അവർക്കൊരു ഓർമ്മിക്കുന്ന ഒരു ദിവസം, വലിയ മഹത്വം കൂലി അതൊന്നുമല്ല. പക്ഷെ മനുഷ്യരുടെ ജീവിതത്തിൽ ഇതൊക്കെ ഒരു നല്ല മുഹൂർത്തങ്ങളാണ്. ആ ഒരു കാര്യം മാനിച്ചുകൊണ്ട് അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കുക. നിങ്ങൾ ഇങ്ങനെ പാട്ടും പാടി മ്യൂസിക് കൂട്ട് സ്റ്റാറ്റസ് ഇട്ട് നാട്ടുകാരെ കാണിക്കണമെന്നല്ല. ഒരു നല്ല വസ്ത്രം വാങ്ങിയിട്ട് ഭാര്യയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുക, ഒരു നല്ല ഡ്രസ്സ് വാങ്ങി പുതിയാപ്പിളക്ക് അങ്ങോട്ട് ഗിഫ്റ്റ് കൊടുക്കുക. ഇതൊക്കെ ഇങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ ചെയ്താൽ സ്നേഹം വർദ്ധിക്കുന്നത് മുത്തനബി തങ്ങൾ പറഞ്ഞാണ്. നിങ്ങൾ പരസ്പരം ഗിഫ്റ്റുകൾ അല്ലെ, എങ്ങോട്ട് മാത്രം ഈ കൈക്കോട്ടിന്റെ മാതിരി ഒരു ഭാഗത്തേക്ക് മാത്രം ചെലുത്തുക, എനിക്ക് മാത്രം കിട്ടട്ടെ, തീർച്ചയായും 5 പൈസ കൊടുക്കുന്ന സ്വഭാവം ഇല്ലാത്ത ആളുകളുണ്ട്. അങ്ങനെ ആവരുത്. പരസ്പരം ഗിഫ്റ്റുകൾ കൊടുക്കണമെന്ന്, ഒരാളെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കിട്ടട്ടെ എന്ന് വിചാരിച്ച് നിൽക്കരുത്. പരസ്പരം ഗിഫ്റ്റുകൾ കൊടുക്കുന്നത് നിങ്ങൾക്കിടയിൽ ഹുബ്ബ് വർദ്ധിക്കാൻ കാരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുതിയാപ്പിളാരൊക്കെ ഒന്ന് പുറത്ത് പോയിട്ട് എന്ത് ചെയ്യുക, വിവാഹ വാർഷികമാണ് അല്ലെങ്കിൽ നല്ല കുട്ടിയുണ്ടായ ദിവസമാണ്, നല്ല നല്ല സന്ദർഭങ്ങളൊക്കെ നോക്കിയിട്ട് പുറത്തു പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക, നല്ല ടെക്സ്റ്റൈൽസ് പോയിട്ട് ഒരു കവർ വാങ്ങുക അല്ലെ. എന്തെല്ലാം ഐഡിയ ഉണ്ട് വലിയ ടെക്സ്റ്റൈൽസ് പോയിട്ട് ഏറ്റവും നല്ല വില കൂടി തന്നെ വാങ്ങണമെന്നില്ല. സ്നേഹത്തിൽ ഹുബ്ബോട് കൂടി ചെറുത്ത് കൊടുത്താലും അല്ലെ അത് ഭയങ്കര സന്തോഷമായിരിക്കും. വലിയ വില കൂടി തന്നെ വേണമെന്നില്ല. ഒരാളെ ഗിഫ്റ്റ് തന്നാൽ ആദ്യം അതിന്റെ വില നോക്കരുത് അല്ലെ. പുതിയാപ്പിള ഒരു മാക്സി വാങ്ങി അല്ലെങ്കിൽ ഒരു നൈറ്റി വാങ്ങി അല്ലെങ്കിൽ ഒരു പർദ്ദ വാങ്ങിയാൽ ആദ്യം നോക്കുന്നതാണ് ഇതിന്റെ ബാക്ക് ഭാഗത്ത് പ്രൈസ് ടാഗ് ഉണ്ടാവും, ആദ്യം നോക്കുക അതാണ്. അല്ലെങ്കിൽ കവറിൽ ഇവിടെ ബില്ല് നോക്കും. പ്രൈസ് ടാഗ് ചിലപ്പോൾ പുതിയ വിളമാരെന്തെങ്കിലും പറിച്ചു കളയും. ഇപ്പൊ ഇവിടെയാണ് ബില്ല് നോക്കിയിട്ട് ബില്ലാണ് ആദ്യം നോക്കുക. 2000 രൂപേനാണ് മാഷാ അല്ലാഹ്, 200 രൂപേനാണെങ്കിലാണ് ഇയാൾക്ക് ഇത് 200 അല്ലാണ്ട് കണ്ടുപിടിക്കൂല. ഗിഫ്റ്റ് ആയിട്ട് ഒരാൾ ഇത് തന്നാലും അൽഹംദുലില്ലാ പറയാ അല്ലെ. ഇതാണ് ചെയ്യേണ്ടത്. അതിന്റെ പ്രൈസിനല്ല, പൈസക്കല്ല വില. ഒരാളെ ഹുബ്ബോടുകൂടി സ്നേഹത്തോടുകൂടി തന്നതാണ് അൽഹംദുലില്ലാ. ഇത്രയും വലിയ ടെക്സ്റ്റൈൽസിലെ പോയി 10 രൂപ എടുത്ത ഒരു കവർ കിട്ടും. നാട്ടിലേതെങ്കിലും ഒരു സാധാ ഷോപ്പിൽ പോയിട്ട് നല്ലൊരു ഡ്രസ്സ് വാങ്ങി കവറിലിട്ടുണ്ടോയി കൊടുത്താൽ മതി. അൽഹംദുലില്ലാ. ഈ ഷോപ്പിൽ നിന്നാണോ മാഷാ അല്ലാഹ്, ഷോപ്പിൽ പോയിട്ട് 10 രൂപേന്റെ കവറ വാങ്ങിയിട്ടുണ്ടാവുള്ളൂ, 200 രൂപേന്റെ ഡ്രസ്സ് ആയിരിക്കും വാങ്ങി അല്ലെ. പെണ്ണുങ്ങൾ വിചാരിക്കും 2000 രൂപേന്റെ ഷോപ്പാണ്, അവിടെ നിന്ന് 2000-ന്റെ സാധനം വാങ്ങിയ. എന്ത് ഐഡിയ പ്രയോഗിച്ചാലും കുഴപ്പമില്ല. എന്ത് ചെയ്യാ, നല്ല നല്ല ഗിഫ്റ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ദ്യാപ്ലനെ പുതിയണ്ണിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക, മക്കൾക്ക് കൊടുക്കുക, മക്കൾ ഉപ്പാക്ക് കൊടുക്കുക. ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. വാപ്പ ഇത് എന്നാ പിടിച്ചോ, ഉമ്മാക്ക് ഇതാ ഒരു ഗിഫ്റ്റ്. ഇത് റസൂല പറഞ്ഞാണ്, എന്റെ സ്വന്തം വകയല്ല. നിങ്ങൾ പരസ്പരം ഗിഫ്റ്റുകൾ കൊടുക്കുക. സുഹൃത്തുക്കളൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല മൊമെന്റുകളിലൊക്കെ ഇതൊക്കെ ഉള്ളുന്ന് ആ ഒരു ഇഷ്ടം വരാൻ കാരണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാമുകിക്ക് മാത്രം ഗിഫ്റ്റ് കൊടുക്കുള്ളൂ, കല്യാണം കഴിച്ചാൽ പിന്നെ പരിപാടി ഉണ്ടാവില്ല അല്ലേ. ഇയാള് എന്തൊക്കെ ബർത്ത്ഡേന്റെ പിറ്റേന്നത്തെ ഗിഫ്റ്റ്, ഇത് ബർത്ത്ഡേന്റെ തലേന്നുള്ള എന്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. ഇത് ബർത്ത്ഡേ കഴിഞ്ഞ മാസമല്ലേ, ബർത്ത്ഡേന്റെ മാസാന്ത മജ്‌ലിസ് നൂർ എന്നൊക്കെ പറഞ്ഞാൽ ബർത്ത്ഡേന്റെ ഒരു മാസാന്ത ആഘോഷമാണെന്നൊരു അടുത്ത മാസം ഗിഫ്റ്റ് അല്ലെ. പ്രേമിച്ച കാലത്ത് ഇങ്ങനെ കൊല്ലം എല്ലാ മാസം എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. മാസാന്ത മജ്‌ലിസ് നൂർ കഴിക്കുന്ന ഒരു മാസത്തിൽ ഗിഫ്റ്റ് കിട്ടിയിരുന്നു. കല്യാണം കഴിച്ചാൽ പിന്നെ വൈക്കാൻ വന്നിട്ടില്ല. മാതാവ് മരണപ്പെട്ട സഹോദരി, ഒരു കുഞ്ഞിന് അപസ്മാരമാണ്. അവർക്കൊക്കെ ദുആ ചെയ്യണം. അല്ലാഹു അവർക്കൊക്കെ എല്ലാവിധ ഖൈറും അല്ലാഹു കൊടുക്കട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ സ്നേഹം കൂടാനൊന്ന് പരസ്പരം ഗിഫ്റ്റുകൾ കൈമാറാം. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, രണ്ടാമത്തതോ നിങ്ങൾ ഇഷ്ടമുള്ള പേരുകൾ വിളിക്കണം. രണ്ടേ ഞാൻ പറഞ്ഞു നിർത്തി, പരിപാടി അവസാനിപ്പിച്ചു. ഒരാള് വിളിക്കുന്ന പേര് പാത്തുമ്മ തന്നെ വിളിക്കണ്ട, അവൾക്ക് ഇഷ്ടമുള്ള പേര്. ഇത് മുത്തുനബി പറഞ്ഞുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാം. ബാലരമ പറഞ്ഞതല്ല, സീരിയൽ പറഞ്ഞല്ല, സിനിമ പറഞ്ഞല്ല, അള്ളാന്റെ റസൂൽ പറഞ്ഞാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാർ അങ്ങനെ വിളിച്ചത് ആയിഷു ഐഷു ഐഷു എന്ന് വിളിക്കല്ലേ. ആ ഒരു പ്രയോഗമാണ് ഒന്ന് ചുരുക്കിയിട്ടാണ് നബി തങ്ങൾ ഭാര്യമാരെ വിളിക്കാറുള്ളത്. വളരെ സ്നേഹത്തോടു കൂടി യാ ബുനയ്യ യാ ഗുലാം, ഇങ്ങനെ സ്നേഹത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുള്ള പേരുകൾ വിളിക്കാം. എന്താണ് അങ്ങോട്ട് ചോദിക്കുക, ഞാൻ എന്ത് വിളിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം, അത് അങ്ങോട്ട് പറഞ്ഞുതരും. ഇന്നെ വിളിച്ച എന്റെ പേര് ഇങ്ങനെ അല്ലേ, എന്റെ പേര് നുബില എന്നാണ്, എടി നുബില 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 ഇങ്ങനെ വിളിക്കരുത് അല്ലെ. നുബില എന്നുള്ള ഒരു നുബി എന്നാക്കുക, അല്ലെങ്കിൽ അല്ലെ ഫാത്തിമ എന്നുള്ള ഫാത്തി എന്നാക്കുക, ചിഞ്ചു പൊന്നു അല്ലെ, ഇങ്ങനെ എന്തെല്ലാം പേരുകളുണ്ട്. ഇന്നെപ്പോഴും എന്റെ ഉപ്പയും ഉമ്മയും മോനെ എന്നാ വിളിക്കുക. ചെറുപ്പം മുതലേ അങ്ങനെ വിളിക്കും അല്ലേ. നാട്ടുകാർക്ക് ഇങ്ങനെ പേര് വിളിക്കെങ്കിലും വാപ്പയും ഉമ്മയും വീട്ടുകാരും ഒക്കെ പരിചയക്കാരൊക്കെ ഇപ്പൊ മോനോന്ന് വിളിക്കും. അത് കേൾക്കുമ്പോൾ തന്നെ 10-25 വയസ്സൊക്കെ കഴിഞ്ഞല്ലേ, ഇതൊന്ന് പേര് മാറ്റിക്കൂടെ എന്നല്ല. എത്ര പ്രായമായി കഴിഞ്ഞാലും നമ്മളോട് ഇഷ്ടമുള്ള പേരുകൾ വിളിക്കുമ്പോൾ നമുക്ക് അവരോട് ഒരു വല്ലാത്തൊരു ഇഷ്ടമായിരിക്കും. അപ്പൊ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഇതൊക്കെ നമ്മുടെ കുടുംബത്തിലേക്ക് പ്രാക്ടീസ് ചെയ്ത് നല്ലൊരു കുടുംബമായി, സ്നേഹമുള്ള, തെറ്റി നിൽക്കാത്ത കുടുംബമായി അല്ലാഹു നമ്മുടെ കുടുംബത്തെ മാറ്റട്ടെ. ലൈലത്തുൽ ഖദർ കുടുംബത്തോട് തെറ്റി നിൽക്കുന്നവർക്ക് കിട്ടൂലാന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉപ്പാനെ ഉമ്മാനെ ദ്രോഹിച്ചവർക്ക് കിട്ടൂലാന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബത്തോടെ സ്വർഗ്ഗത്തിൽ പോകാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. ഏറ്റവും വലിയ നിധി ഞാൻ പറഞ്ഞ അല്ലാഹുവിനെ പേടിയുള്ള ഭാര്യയാണ്. പെണ്ണുങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സ്വർഗം അവർക്ക് ദീനുള്ള പുതിയാപ്ലാരെ കിട്ടലാണ്. ഇന്നലെ മെനിയാന്ന് നടന്ന എൻ്റെ ഒരു പ്രഭാഷണം ഞങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഏകദേശം 1.5 ലക്ഷം ആളെ കണ്ടിട്ടുണ്ട്. അതിനകത്ത് 100 കണക്കിന് പെണ്ണുങ്ങൾ അനുഭവം എഴുതിയിട്ടുണ്ട്. ഉസ്താദെ, ഭർത്താവിന്റെ വഞ്ചനയിൽ ഞാനും അനുഭവിച്ചവളാ, പുതിയാപ്ലന്റെ വഞ്ചന, പുതിയാപ്ല തന്നെ അങ്ങോട്ടും വഞ്ചനയുടെ കഥകൾ 100 കണക്കിന് അതിനകത്ത് ഭാര്യമാർ എഴുതി വെക്കുകയാണ്. അല്ലാഹു അത്തരം വഞ്ചനയിൽ നിന്ന് എല്ലാവരും കാത്തിരക്ഷിക്കട്ടെ, എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും വഞ്ചനയൊന്നും ചെയ്യാതെ ഇതൊക്കെ റബ്ബ് കാണുന്നുണ്ട് എന്നൊരു ബോധ്യം നമുക്കുണ്ടാവണം. മുത്തുനബിയെ ഏറ്റവും വലിയ വഞ്ചകർ ആരാണ് നബിയെ? ഏറ്റവും വലിയ വഞ്ചകരായ ആളുകൾ ആരാണ് നബി തങ്ങളോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഭർത്താവിനെ പറ്റിക്കുന്ന ഭാര്യയും ഭാര്യയെ പറ്റിക്കുന്ന ഭർത്താവുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ അറിഞ്ഞാലും ഇല്ലെങ്കിലും റബ്ബ് കാണുന്നുണ്ട് എന്നൊരു ബോധം എല്ലാവർക്കും വേണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. വലിയ വീടും വലിയ സ്വത്തും ഇതൊന്നും അല്ല ജീവിതം. സ്നേഹമുള്ള ഒരു ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, അള്ളാഹിനെ പേടിയുള്ള മക്കളുണ്ട്. ഇതാണ് ഏറ്റവും വലിയ സമ്പത്ത്. റസൂലുള്ളാഹി തങ്ങൾക്ക് വലിയ വീടൊന്നുമില്ല, ചെറിയ വീടാണ് റസൂലുള്ളാഹി തങ്ങൾക്ക് ഉണ്ടായത്. ഒരുപാട് പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, മക്കളൊക്കെ മരിച്ചുപോയി നബി തങ്ങളേത്. നമുക്ക് ഒരു മോന് മരിച്ചാൽ എന്തൊരു സങ്കടം. റസൂലുള്ളാഹി തങ്ങൾക്ക് 7 മക്കളുണ്ടായിട്ട് 6 മക്കളെ നബി തങ്ങളാണ് ഖബറിലേക്ക് കൊണ്ടുവെക്കുന്നത്. ഇബ്രാഹിം എന്ന പൊന്നുമോനെ ഖബറിക്ക് വെച്ചപ്പോ നബി തങ്ങൾ ഇങ്ങനെ കരയുകയാണ്. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? പ്രവാചകരല്ലേ, ഒന്ന് ക്ഷമയോടുകൂടി നിൽക്കേണ്ടതല്ലേ, ക്ഷമ പഠിപ്പിച്ചു തന്ന ആളല്ലേ. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്വഹാബ ഞാനൊരു വാപ്പയല്ലേ സ്വഹാബ, ഞാനൊരു ഉപ്പയല്ലേ സ്വഹാബ, ഒരു വാപ്പാന്റെ വേദന എന്റെ കൽബിലുണ്ടാകുമല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 7 മക്കളിൽ 6 മക്കളും നബി തങ്ങളുടെ കാലത്ത് മരിക്കുകയാണ്. നമുക്ക് അങ്ങനത്തെ പ്രയാസമുണ്ടോ? നമുക്ക് നല്ല വീടില്ലേ, നമുക്ക് ഭാര്യയില്ലേ, മക്കളില്ലേ, ഉപ്പല്ലേ, ഉമ്മല്ലേ? സുൽത്താക്ക് ഉപ്പാനെ കാണാൻ പറ്റിയിട്ടുണ്ടോ? പ്രസവിക്കുന്നതിന്റെ മുമ്പ് ഉപ്പ മരിച്ചു, യതീമാൻ ഉലിദ യതീമൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ 6ാമത്തെ വയസ്സിൽ മരിച്ചു. നമുക്ക് ഉമ്മാരെ കാണാൻ പറ്റിയിട്ടില്ലേ? ഉമ്മാരെ കാണാത്ത ഉപ്പാനെ കണ്ടിട്ടില്ലേ? ഇത് രണ്ടും ഇല്ലെങ്കിൽ ജ്യേഷ്ഠാനുജന്മാരില്ലേ നമുക്ക്? മുത്തുനബി തങ്ങൾക്ക് ജ്യേഷ്ഠനില്ല, അനുജനില്ല, പെങ്ങളില്ല, ആരും ഒറ്റയാണ്. 6 വയസ്സിൽ അനാഥനാണ്. കല്യാണം കഴിച്ചു, മക്കളുണ്ടായി, മക്കളൊക്കെ മരിച്ചുപോയി. ഫാത്തിമ ബീവി മാത്രമാണ് റസൂലുള്ളാഹി മരിക്കുമ്പോൾ ഹയാത്തിലുള്ളൂ. ബാക്കി എല്ലാ മക്കളും നബി തങ്ങളുടെ കാലത്ത് മരിച്ചുപോയി. 6 മക്കളുടെ മരണ വാർത്ത കേർത്ത പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വീടാണെങ്കിൽ ഒറ്റ റൂം. നമുക്ക് എത്ര റൂമുണ്ട്, എത്ര മുറികളുണ്ട്, എന്തെല്ലാം സൗകര്യമുണ്ട്. പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിലതു നിധിയാണേ, പടിവാതിൽ ചെറുതടിയാണേ, നബി തങ്ങളുടെ പൂങ്കുടിലാണേ, കനിവാം നബിയോരുടെ ഇരപ്പകലുകൾ കണ്ടേ, ഖൈറാം സ്വഹബോരുടെ ഇടപെടലുകൾ കണ്ടേ, അത് കേട്ട് സിദ്ദീഖ് വിളിയാടം യാ റസൂലേ, ഒരു രാവിൽ പശിയാറെ തിരുനൂറര് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന മണ്ണിന്റെ കൂടാണത്. ഒരു രാവിൽ പശിയാറെ തിരുനൂറര് പടർന്ന ദിനമിൽ തളർന്നു തകർന്ന വീടാണത്. ഉറങ്ങുന്ന നേരം ഉണർത്താത്ത വീട, ഉടയാടയൊന്നും ഉടയ്ക്കാത്ത കൂട, ഉണർത്തുന്ന നബിയോരെ മഴവില്ലിൽ തെളിയുന്ന മുത്ത് പതിച്ച
പതിച്ചൊരു ചുവരാണ് ഭാഗ്യക്കൂട്, മുത്ത് പതിച്ചൊരു ചുവരാണ് ഭാഗ്യക്കൂട്. പനയോലയൊരു കുടിലാണ്, ഭവനങ്ങളിലതു നിധിയാണ്. പടിവാതിൽ ചെറുതടിയാണ്, നബി തങ്ങളുടെ പൂങ്കുടിയിലാണ്. ആ മുത്തനബി തങ്ങൾക്ക് ഒറ്റ മുറി വീടാണ് ഉണ്ടായത്. നമുക്ക് വലിയ വീടില്ലേ, എല്ലാം അല്ലാഹു തന്നു. നമ്മൾ നന്ദിയോടുകൂടി ജീവിക്കുക. എല്ലാം മനുഷ്യരാണ്. എന്റെ ഭർത്താവ് ഒരു മനുഷ്യനാണ്, എനിക്ക് വേണ്ടി ജീവിക്കുന്ന ആളാണ്, എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നയാളാണ്. ജോലി നഷ്ടപ്പെടുമ്പോ വേദനിപ്പിക്കല്ലേ, ജോലി ഇല്ലാതെ വീട്ടിലിരിക്കുമ്പോ ഇടങ്ങാറാക്കല്ലേ. ആശ്വാസം കൊടുക്കുക, ആനന്ദം കൊടുക്കുക. ഇതെന്റെ ഭാര്യയാണ്, എനിക്ക് സ്വർഗം വരെ ഉണ്ടാവേണ്ടവളാണ്. ആ ഒരു സ്നേഹവും കാരുണ്യം ഉണ്ടാവുക. ഇതെന്റെ മക്കളാണ്, ഇതെന്റെ വാപ്പയാണ്, ഇതെന്റെ സുഹൃത്താണ്, ഇതെന്റെ അയൽവാസിയാണ്. എന്ത് ദ്രോഹിച്ചാലും ഞാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ് കൂട്ടുകുടുംബത്തോടെ ഒരുമയോടെ സ്വർഗത്തിലേക്ക് പോകാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു 11 ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ ദ്വാരക്കാണ്. ആ ലിസ്റ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ കൊണ്ടെത്താം എല്ലാവരും. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. സഹോദരിമാരെ ലിസ്റ്റ് കിട്ടിയല്ലോ അല്ലേ? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, അർദ്ധരാത്രി സമയം ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് ഇത്രയും ആളുകൾ ഇവിടെ വന്നിരിക്കാം. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നീ ഖബൂലാക്കണേ റബ്ബേ. 2 മണിക്കൂറിലപ്പുറം ഞങ്ങൾ ഇവിടെ വഅദ് പറഞ്ഞു. ഒക്കെ നിന്റെ റസൂല് പറഞ്ഞതും അതില്ലെങ്കിൽ സ്വർഗം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളുമാണ്. റമളാന്റെ മഹത്വം, പോരിശ, ലൈലത്തുൽ ഖദർ, നിസ്കാരം, നോമ്പ്, ഇതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് കേട്ടതാണ്, അറിഞ്ഞതാണ്. പക്ഷേ ഞങ്ങളൊക്കെ പലപ്പോഴും മനഃപൂർവ്വമല്ലെങ്കിലും ജീവിതത്തിൽ ചെയ്തു പോയ ഒരുപാട് തെറ്റുകൾ, അപമര്യാദയായ പെരുമാറ്റം. അല്ലാഹുവേ, ഒരു പെണ്ണ് അരികത്തുകൂടെ വന്നപ്പോ ഭാര്യയെ മറന്നുപോയത്, ഒരു പുരുഷനെ കണ്ടപ്പോ പ്രിയപ്പെട്ട ഭാര്യനെ മറന്നത്, ഒരു പെണ്ണിനെ കണ്ടപ്പോ ഭർത്താവിനെ മറന്നത്, മക്കളെ മറന്നത്, നിന്നെ മറന്നത്, ഇങ്ങനെയുള്ള തെറ്റുകൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, നീ പൊറുക്കണേ തമ്പുരാനെ. ഈ ലൈലത്തുൽ ഖദറിന്റെ പ്രതീക്ഷയുടെ രാവിൽ ഞങ്ങൾ നിന്നോട് ദ്വാരക്കാൻ അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഏറ്റെടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ ബസാർ ഗേസ് എന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരുടെ കൂട്ടം അവരൊരുക്കിയിട്ടുള്ള ഈ പരിപാടി പൂർണ്ണമായി വിജയത്തിൽ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചോനെ, എല്ലാവർക്കും നീ ശിഫ നൽകണേ തമ്പുരാനെ. ക്യാൻസർ രോഗികളുണ്ട് അല്ലാഹുവേ. ഈ ചെറുപ്പക്കാരെ 10-13 വർഷമായി ഒരുപാട് ആളുകളെ സേവിക്കുകയാണ്. ഈ കൂട്ടത്തിന് തുടക്കം കുറിച്ചവർ, 13 കൊല്ലം സേവനം ചെയ്തവർ, അതിന്റെ മുമ്പ് ചെയ്തവർ, ആ കാലത്ത് മരിച്ചുപോയവർ, ഇവർക്ക് നേതൃത്വം കൊടുത്തവർ, മുഴുവൻ ആളുകൾക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്, ഖൈർ കൊടുക്കണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ദീനിന്റെ കാര്യത്തിൽ സ്നേഹിക്കുന്നതാണ്, ഒരു ദുആ കിട്ടാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നവരാണ്. അല്ലാഹ്, എല്ലാവരെയും നീ ഖൈറിലാക്കണേ അല്ലാഹ്. കാസർഗോഡ് വരുന്നുണ്ട് എന്ന് കേട്ടു, നോമ്പ് തുറ എന്റെ വീട്ടിലായിക്കോട്ടെ എന്ന് പറഞ്ഞ് അല്ലാഹുവേ, ഒരു കുടുംബം മനോഹരമായ നോമ്പ് തുറ ഒരുക്കിയിട്ടുണ്ട്. അല്ലാഹ്, ആറങ്ങാടിയിലുള്ള ആ കുടുംബം, പടച്ചവനെ, അവിടത്തെ ഭർത്താവും ഭാര്യയും അധ്യാപികമാരാണ്. അവരുടെ കുടുംബത്തിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്, മക്കളിൽ ബറക്കത്തിലാക്കണേ അല്ലാഹ്. ഒരു മോള് ഡോക്ടറാണ്, അവരുടെ ചികിത്സയിൽ നീ ബറക്കത്ത് നൽകണമല്ലാഹ്. അദ്ദേഹം അവര് പങ്കെടുക്കാൻ പോകുന്ന പരീക്ഷയിൽ നീ ഖൈറായ വിജയം നീ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ കുടുംബത്തിൽ ക്യാൻസർ രോഗമുള്ളവര് ശിഫ കൊടുക്കണേ അല്ലാഹ്. ഈ നാട്ടിൽ ക്യാൻസറായി പ്രയാസം അനുഭവിക്കുന്നവര് ശിഫ നൽകണമല്ലാഹ്. പടച്ചവനെ, പെട്ടെന്ന് മരിച്ചുപോയ പല ആളുകൾ ഇവിടെ വന്നപ്പോ ഫാസിൽ എന്ന കൂട്ടുകാരൻ, എന്റെ ഉപ്പ പെട്ടെന്നാണ് പോയതെന്ന് പറഞ്ഞു. നിസാർക്കാണ്ടാരോ ഒന്ന് മരിച്ചു. അങ്ങനെ പലരും, പേര് പറഞ്ഞവര്, പേര് പറയാത്തവർ, എല്ലാവരുടെ മനസ്സിലുണ്ട്. ചിരിക്കുന്ന മുഖം പോലെ ഞങ്ങൾക്ക് മുത്തം നൽകിയ ഞങ്ങളുടെ പലരുടെയും ഉമ്മ ഖബറിലാ.
വിശാലമായ ഈ പന്തലിൽ പോലും പടച്ചവനെ കുറെ നേരം ഇരിക്കാൻ കഴിയാറില്ല. പകൽ സമയത്താണെങ്കിൽ, രാത്രിയിലാണെങ്കിൽ തന്നെയും ഞങ്ങളുടെ റൂമിൽ എസിയോ ഫേനോ ഇല്ലാതെ ഉറങ്ങാൻ കഴിയില്ല, ചൂട് കൊണ്ട്. മച്ച മണ്ണിൽ കിടക്കുന്ന ഞങ്ങളുടെ ഉമ്മ തിന്നിട്ടില്ലെങ്കിലും ഞങ്ങളെ തീറ്റിച്ച ഉമ്മയാണ്. സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുമ്പോ മക്കളെല്ലാം ഭക്ഷിച്ചു കഴിഞ്ഞ് അവസാനം അടുക്കളയിൽ പാത്രത്തിൽ ഒന്ന് പരതി നോക്കുമ്പോ ഉമ്മാക്കൊന്നും അവിടെ ബാക്കിയുണ്ടാകാറില്ല. ഇതെല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയാണ് പടച്ചവനെ. പക്ഷേ ഉമ്മ പരാതി പറഞ്ഞത് ഞങ്ങൾ കേട്ടിട്ടില്ല. എല്ലാ മക്കള് തിന്നുപോയി, എനിക്കൊന്നും ബാക്കി ഉണ്ടായില്ലാന്ന് ഒരു ഉമ്മയും പറയാറില്ല. റബ്ബേ, യാഥാർത്ഥ്യം അങ്ങനെയാണ്. അല്ലാഹുവേ, എന്നാലും ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഞങ്ങളുടെ പലരുടെയും ഉമ്മമാർ അല്ലാ പകരം കൊടുക്ക പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. റബ്ബേ, പകരം കൊടുക്ക. കുറെ ദേഷ്യം പിടിച്ചിട്ടുണ്ട്, അങ്ങോട്ട് തെറി പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയോ ദേഷ്യമാക്കിയിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മാനോട് ഞങ്ങളുടെ വായിൽ നിന്ന് വന്നുപോയ എല്ലാ വാക്കുകളും നീ പൊറുക്കണേ അല്ലാ. ശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ രാവാട്, പ്രതീക്ഷിക്കുന്ന രാവാട്. പല ഭാഗത്തുനിന്നും ഈ മജ്‌ലിസിലേക്ക് സ്ത്രീകൾ വന്നിട്ടുണ്ട്, പുരുഷന്മാര് വന്നിട്ടുണ്ട്. അല്ലാ, മഞ്ചേശ്വരത്തിനടുത്തുള്ള ഒരു പ്രദേശത്തുനിന്ന് പടച്ചവനെ ഒരു കുടുംബം ഞാൻ റമദാനിലുള്ള ഈ മജ്‌ലിസിലേക്ക് വരാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അങ്ങനെ പലരും ലൈവിലൂടെ കാണുന്നവര് എല്ലാവരുടെയും വീട്ടിൽ നിന്ന് മരിച്ചുപോയ ഉമ്മമാരെ ഖബറിലുണ്ടെങ്കിൽ നീ പുറത്തു കൊടുക്കണേ അല്ലാ. കുഞ്ഞുനാടിൽ ഞങ്ങൾക്ക് വേണ്ടി ഉറങ്ങാതെ കിടന്ന ഉമ്മ ഞങ്ങൾ ആ കഷ്ടപ്പാടൊന്നും അനുഭവിച്ചിട്ടില്ല. അല്ലാഹുവേ, രാത്രി 3 മണിക്കും 4 മണിക്കും തൊട്ടിലായിൽ കിടന്നിട്ട് ഞങ്ങൾ കരയുമ്പോ രാരിരോ രാരാരിരോ രാരിരോ രാരാരിരോ ഹസ്ബി റബ്ബി ജല്ലല്ലാ മാ ഫീ ഖൽബി ഗൈറുല്ലാ നൂർ മുഹമ്മദ് സല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ. ഈ പാട്ട് അർദ്ധരാത്രി ഞങ്ങളുടെ ഉമ്മ പാടിയിട്ടാണ് ഞങ്ങളുടെ കുഞ്ഞുനാളിൽ ഉറക്കിയത്. തോളിൽ വെച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് മാസത്തിൽ 2-3 വട്ടം ഞങ്ങളുടെ ഉമ്മ പോയിട്ടുണ്ട്. പടച്ചോനെ, ആ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഉമ്മാന്റെ ഖബർ സ്വർഗ്ഗാക്കണേ അല്ലാ. പടച്ചവനെ, അവരോട് കാണിച്ച അപമര്യാദകൾ ഞങ്ങളിൽ നിന്നും പുറത്തു തരണേ അല്ലാ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ, ആ വാപ്പ കൊണ്ട വെയിലാണ് ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ തണലും. വിദേശ രാജ്യത്ത് പോയി പണിയെടുത്ത് അധ്വാനിച്ച് ഭാര്യനെയും മക്കളെയും വിട്ട് ഒരാൾക്കും ഗൾഫിൽ പോകാൻ ആഗ്രഹം ഉണ്ടാകൂല. മക്കളെ നല്ല പോലെ വളർത്താ, അവർക്ക് നല്ലൊരു വീട് വെക്കാ, ഭാര്യനെ നല്ല പോലെ നോക്കാ. ഈ ഒരു ലക്ഷ്യത്തിനാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും വാപ്പമാര് ഗൾഫിൽ പോകുന്നത്. അല്ലാ, ആ വാപ്പമാര് പലരും ഖബറിലാണ്. ഒരു ചെറുപ്പക്കാരന്റെ ഉപ്പ പെട്ടെന്ന് പോയതാണ്. ഇങ്ങനെ ഞങ്ങൾക്ക് മുത്തം നൽകിയ ഞങ്ങളുടെ പലരുടെയും ഉപ്പ പോയല്ലോ. ഖബർ സ്വർഗത്തിന്റെ തോപ്പാക്കണമല്ലാ, സ്വർഗത്തിന്റെ തോപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഉമ്മമാര് ഉപ്പമാര് അവർക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാ, ഖൈർ കൊടുക്കണേ അല്ലാ. ഒരിക്കലും മുറിയാത്ത ഏറ്റവും വലിയ സ്നേഹത്തിന്റെ പര്യായമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പാന്റെയും ഉമ്മാന്റെയും ജീവിതത്തിൽ നീ ഖൈർ കൊടുക്കണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫ കൊടുക്കണേ അല്ലാ. ശുദ്ധ റമദാനിന്റെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാവുന്ന ഒന്നാമത്തെ രാവാ പടച്ചവനേ, നീ ഞങ്ങളോട് മാപ്പാക്കണേ അല്ലാ. ഈ ലോകം വിട്ടു പിരിയുമ്പോ നീ ഞങ്ങളോട് കരുണ കാണിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല. നിന്നെ പറ്റിച്ചുകൊണ്ട്, ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ഒരുപാട് കൂതറകൾ, വൃത്തികേടുകൾ, ഹറാമുകൾ സംഭവിച്ചു പോയതല്ല. നീ പൊറുക്കണേ അല്ലാ. ഈ മജ്‌ലിസിൽ 100കണക്കായ ആളുകൾ അർദ്ധരാത്രി സമയത്ത് 1 മണിയോടടുത്ത സമയത്ത് പടച്ചവനേ
നിന്നോട് കൈവർത്തിയിട്ട് ദ്വാരക്കുകയാണ്. നീ എല്ലാവർക്കും പൊറുക്കണേ അല്ലാ, നീ പൊറുക്കണേ അല്ലാ, നീ പൊറുക്കണേ അല്ലാ. ഞങ്ങൾ ഈ ലോകത്തുനിന്ന് മരിച്ചു എന്ന് കേൾക്കുമ്പോ ഇന്നാലില്ല പറയാ, ഞങ്ങൾക്കായി ദ്വാരക്ക ഒരുപാട് പേരെ നീ തരണേ അല്ലാ. പടച്ചോനേ, ഇന്നാലില്ല ഞാൻ മരിച്ച ആ വാർത്ത നിങ്ങൾ അറിഞ്ഞാൽ ഇന്നാലില്ല പറയുമോ? ഞാൻ മരിച്ച ആ വാർത്ത നിങ്ങൾ അറിഞ്ഞ ഇന്നാലില്ല പറയുമോ? ഇന്നാലില്ല പറയുമോ? പടച്ചവനെ, ഇന്നാലില്ല പറഞ്ഞ് ഞങ്ങൾക്ക് ദ്വാരക്കുന്ന ഒരുപാട് പേരെ തരണേ അല്ലാ. ഖബറിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് മണ്ണിട്ട് മൂടി എഴുന്നേൽക്കാൻ കഴിയാത്ത, തിരിച്ചു കിടക്കാൻ പറ്റാത്ത മണ്ണിൽ കൊണ്ടുപോയി കല്ലിട്ട് മൂടി മണ്ണ് വാരി എറിഞ്ഞെല്ലാരും പോകുമ്പോ, അർദ്ധരാത്രി പള്ളിക്കാട്ടിൽ ഞങ്ങൾ ഒറ്റക്ക് കിടക്കുമ്പോ ആരും ഞങ്ങളൊപ്പം ഇല്ല. വാപ്പല്ല, മോനില്ല, ഭാര്യ ഭർത്താക്കന്മാരില്ല, കുടുംബമില്ല. നീ മാത്രമാണ് റബ്ബേ ഞങ്ങൾക്കായി ദ്വാരക്കുന്ന ഒരുപാട് ആളുകളെ തരണേ അല്ലാ, ഒരുപാട് പേരെ തരണേ അല്ലാ. പടച്ചോനെ, ഞങ്ങൾക്ക് ദ്വാരക്കുന്ന മക്കളെ തരണേ അല്ലാ. നീ കൈവിടല്ല റബ്ബേ. കല്ലൂരാവിയിലുള്ള ഒരുപാട് ചെറുപ്പക്കാര് പാവങ്ങൾക്ക് വേണ്ടിയാണ് ഓടി നടക്കുന്നത്. ആ മക്കളെ നീ അനുഗ്രഹിക്കണേ, പരിപാടി വിജയിപ്പിക്കണേ അല്ലാ. ഈ നാട്ടിലും പരിസരത്തും ജോലി ചെയ്യുന്ന ഉസ്താദന്മാർ ഹഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. ഇവരെ നേതൃത്വം നൽകുന്ന മഹല്ല് ജമാഅത്തിന്റെ നേതാക്കന്മാര്, ഇവിടെ വന്നിരിക്കുന്ന ഉമ്മമാർ, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ, എല്ലാവർക്കും നീ ഖൈറ് കൊടുക്കണമല്ലാ, ഇസ്സത്ത് കൊടുക്കണമല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ. റമദാൻ ഞങ്ങളോട് ഇവിടെ പറയാൻ പോവാൻ അനുകൂലമാക്കി സാക്ഷി പറയാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഫുമ്മർനിലാ അൻ അബീ ബക്കരി വഅൻ ഉമരി വഅൻ അലി വഅൻ ഉസ്മാന ദിൽ കറമി. കണ്ണീരിൽ മുങ്ങിയ കൈകൾ നീട്ടുന്നു പെരിയോനേ, കരളിന്റെ നോവുകൾ എല്ലാം കാണുന്ന ഫർദാനേ. ദണ്ണങ്ങൾ തീർത്ത് സലാമത്തേകണേ ഹന്നാനേ. ദുഃഖത്തിൻ മാറാല നീക്കിടേണേ നീ പെരിയോനേ. سعدي سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكربي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. ഇവിടെ കാസർഗോഡ് വന്നാലും എൻ്റെ കൂടെ വരുന്ന ജസീൽ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. നിങ്ങളോട് ക്ഷണിച്ച നിസാർക്ക് അടക്കമുള്ള മുഴുവൻ കൂട്ടുകാർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നല്ല റാഹത്തുള്ള മൈക്കായിരുന്നു, അവരോടും അഭിനന്ദനം അറിയിക്കുന്നു. എല്ലാവരും എനിക്കും ഉമ്മാക്കൊക്കെ ദ്വാരക്കണം. വളരെ ക്ഷീണിതരാണ്, എല്ലാം റാഹത്തിലാകും, പ്രത്യേകം ദ്വാ ചെയ്യണം. ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.